لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا قوا أنفسكم وأهليكم نارا وقودها الناس والحجارة عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ചു ജീവിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വർഷത്തെ പരിശുദ്ധ റമദാനിന്റെ സൂര്യാസ്തമയത്തോട് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. റമദാൻ വരുന്നതിന്റെ മുമ്പ് റമദാനിൽ ജീവിക്കുവാനുള്ള തൗഫീഖിനു വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ പ്രാർത്ഥിച്ചു. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമെന്നോണം റബ്ബിന്റെ അപാരമായ അനുഗ്രഹത്താൽ പരിശുദ്ധ റമദാനിന്റെ ഇത്രയും ദിനരാത്രങ്ങൾ ജീവിക്കുവാൻ അല്ലാഹു നമുക്ക് അവസരം നൽകി. ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത്, റമദാനിൽ ജീവിക്കുവാനുള്ള തൗഫീഖിന് വേണ്ടി പ്രാർത്ഥിച്ച നമ്മൾ റമദാനിലെ നോമ്പിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയപ്പോൾ അതിന്റെ പിന്നിൽ ഒരു ലക്ഷ്യവും ഒരു കാരണവും നമ്മെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ആ ലക്ഷ്യം നമുക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ടോ, അതല്ലെങ്കിൽ അതിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി നമ്മൾ പരിശ്രമിക്കുന്നുണ്ടോ എന്നൊരു ആത്മവിചിന്തനം നടത്താൻ ഈ സമയത്ത് നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നോമ്പിനെ നിർബന്ധമാക്കിയപ്പോ അതുമായി ബന്ധപ്പെട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ്സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. എണ്ണപ്പെട്ട ഏതാനും ദിവസങ്ങൾ, ഒരു മാസക്കാലമാണ് നിങ്ങൾ നോമ്പനുഷ്ഠിക്കേണ്ടത്. അതിൽ തന്നെ നിങ്ങൾ യാത്രക്കാരോ രോഗികളോ ആണെങ്കിൽ നോമ്പ് ഉപേക്ഷിക്കേണ്ട സന്ദർഭങ്ങളിൽ ഉപേക്ഷിച്ച് മറ്റു ദിവസങ്ങളിൽ അത് നോറ്റുവിട്ടിയാൽ മതിയാകും. പ്രയാസപ്പെടുത്താൻ അല്ലാഹു ഉദ്ദേശിക്കുന്നില്ല, എല്ലാവർക്കും എളുപ്പമാണ് അല്ലാഹു ഉദ്ദേശിക്കുന്നത്. എന്നിങ്ങനെ തുടങ്ങി നോമ്പിനെ നിർബന്ധമാക്കുന്ന സംഭവം, ആ ഒരു വാർത്ത നമ്മെ അറിയിക്കുന്നതിന്റെ കൂടെ തന്നെ നമുക്കുള്ള ഇളവുകളും എളുപ്പവും അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ നോമ്പ് നമുക്കുമേൽ നിർബന്ധമാക്കപ്പെട്ടതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചത് നമ്മൾ തഖ്വയുള്ളവരായി മാറണമെന്നാണ്, നമ്മൾ സൂക്ഷ്മതാബോധമുള്ളവരായി മാറണമെന്നാണ്. ഈ റമദാനിന്റെ അവസാന ഘട്ടത്തിലെത്തി നിൽക്കുമ്പോൾ നമ്മൾ ആലോചിക്കണം, എന്റെ ജീവിതത്തിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്. എന്റെ വ്യക്തി ജീവിതത്തിലാകട്ടെ, കുടുംബ ജീവിതത്തിലാകട്ടെ, ഞാനുമായി ഇടപഴകുന്ന മറ്റുള്ളവരോടുള്ള പെരുമാറ്റ മേഖലകളിലാകട്ടെ, റബ്ബ് നൽകിയ സമ്പത്ത് അവന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന കാര്യത്തിലാകട്ടെ, ഓരോ തലത്തിലും എന്തു മാറ്റമാണ് എനിക്ക് വരുത്താൻ സാധിച്ചിട്ടുള്ളത്, എന്തു മാറ്റമാണ് ഇനിയും ഞാൻ വരുത്തേണ്ടത് എന്ന് ചിന്തിക്കേണ്ടുന്ന സമയം അതിക്രമിച്ചിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടുകൊണ്ട് വിശ്വാസ കാര്യങ്ങൾ ശരിപ്പെടുത്തി റബ്ബിൽ മാത്രം പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട്
പ്രാർത്ഥനകൾ അഖിലവും അല്ലാഹുവിന് സമർപ്പിച്ചുകൊണ്ട് ജീവിതത്തെ നന്നാക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട തഖ്വയുടെ ഭാഗം. ആ വിശ്വാസത്തെ ശരിപ്പെടുത്തുന്നതോടൊപ്പം നമസ്കാരത്തിന്റെ വിഷയത്തിൽ മുമ്പുള്ളതിനേക്കാൾ കൂടുതൽ ഒരു ശ്രദ്ധ കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ജമാഅത്ത് നമസ്കാരത്തിന്റെ വിഷയമാണെങ്കിലും സുന്നത്ത് നമസ്കാരങ്ങളുടെ വിഷയമാണെങ്കിലും നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന നമസ്കാരത്തിലെ സൂക്ഷ്മത കൈവരിക്കുന്ന വിഷയത്തിലാണെങ്കിലും മുമ്പുള്ളതിനേക്കാൾ കൂടുതൽ ശ്രദ്ധ കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? നമ്മൾ ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അതേപോലെ തന്നെ മനസ്സിൽ മറ്റുള്ളവരോടുണ്ടായിരുന്ന വെറുപ്പും വിദ്വേഷവും പകയും കുശുമ്പും അസൂയയും എല്ലാം കഴുകിക്കളഞ്ഞ് ശുദ്ധ മനസ്സിന്റെ ഉടമയാകാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ? ഭാര്യയോടുള്ള എന്റെ പെരുമാറ്റത്തിൽ ഉണ്ടായിരുന്ന വീഴ്ചകൾ ഭാര്യയുടെ മുമ്പിലാണെങ്കിലും പൊറുക്കണേ എന്ന് പറഞ്ഞ് ക്ഷമിക്കണേ എന്ന് പറഞ്ഞ് ആത്മാർത്ഥമായി അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ഖേദിച്ചു മടങ്ങാൻ സാധിച്ചിട്ടുണ്ടോ? ഭർത്താവിന്റെ മുമ്പിൽ നല്ല ഒരു സ്ത്രീയായി നല്ല ഒരു ഭാര്യയായി ചമഞ്ഞ് ഭർത്താവിന്റെ അസാന്നിധ്യത്തിൽ ഭർത്താവിന്റെ അരിഷ്ടം നേടാൻ പറ്റുന്ന പ്രവർത്തനങ്ങളിൽ മുഴുകിയിരുന്നവർ ജീവിതത്തിൽ അതെല്ലാം അവസാനിപ്പിച്ച് ഭർത്താവിന്റെ മുമ്പിൽ ഇനി എങ്ങനെയാണോ ഭർത്താവ് എന്നെ കാണുന്നത്, എന്നെ പ്രതീക്ഷിക്കുന്നത്, അതുപോലെയായിരിക്കും ഞാൻ എന്ന് തീരുമാനമെടുത്ത് പുതിയൊരു ജീവിതത്തിലേക്ക് കാലെടുത്തു വെക്കാൻ ഈ പരിശുദ്ധ റമദാനിന്റെ ദിനരാത്രങ്ങൾ കൊണ്ട് സാധിച്ചിട്ടുണ്ട് എങ്കിൽ മാത്രമേ റമദാനിന്റെ ആ ഒരു നേട്ടം നേടിയെടുത്തവരായി നമ്മൾ മാറിയിട്ടുള്ളൂ. സമ്പത്ത് എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഔദാര്യമായി നൽകുന്നതാണ്. അത് നൽകുന്നതും റബ്ബാണ്, തിരിച്ചെടുക്കുന്നവരും അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ്. നമ്മൾ സമ്പാദിക്കുന്ന ഓരോ നാണയത്തുട്ടിനെ കുറിച്ചും അതെവിടെ നിന്ന് സമ്പാദിച്ചുവെന്നും ഏത് മാർഗത്തിൽ ചെലവഴിച്ചുവെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും. നമ്മുടെ ആയുസ്സിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് 10 കോടി രൂപ തരുന്നു എന്ന് വിചാരിക്കുക. നമ്മുടെ കയ്യിൽ കാശ് വരാൻ തുടങ്ങിയ അന്ന് മുതൽ നമ്മൾ ഈ ലോകത്തോട് വിട പറയുന്ന സമയം വരെ 10 കോടി രൂപ തരുന്നു എന്ന് വിചാരിക്കുക. അതിൽ നാളിതുവരെയായി നമുക്ക് ലഭിച്ചിട്ടുള്ള സംഖ്യ ഉണ്ടാകും. ആ സംഖ്യ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതാണെങ്കിൽ അതിൽ അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി നമ്മൾ ചെലവഴിച്ചതത്രേ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിനു വേണ്ടി നമ്മൾ ചിലവഴിച്ചതത്രേ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടാത്ത മാർഗത്തിൽ ദൂർത്തിനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി നമ്മൾ ചെലവഴിച്ചതത്ര. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ച മേഖലയിൽ നമ്മൾ ചെലവഴിച്ചതത്ര. ആലോചിക്കുവാൻ നമുക്ക് സാധിക്കണം. സമ്പത്ത് റബ്ബ് നൽകുന്നതാണ്, ശരീരം അല്ലാഹു നൽകുന്നതാണ്. ആ അനുഗ്രഹങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിൽ ചെലവഴിക്കാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് നമുക്ക് വീണ്ടും അതിൽ വർധനവ് ലഭിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, ലഇൻ ശകർതും ലഅസീദന്നകും. നിങ്ങൾ ലഭിച്ചതിന് നന്ദി കാണിക്കുന്നുവെങ്കിൽ നാം വീണ്ടും വർദ്ധിപ്പിച്ചു തരുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വാഗ്ദാനമാണ്. ആ റബ്ബിന്റെ വാഗ്ദാനം അവൻ പൂർത്തീകരിക്കും, അതിൽ യാതൊരു സംശയവുമില്ല. നമുക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾ ഓരോ മേഖലകളിലും പരിശോധിച്ച് അതിനനുസരിച്ച് ഞാൻ നന്ദി കാണിക്കുന്നുണ്ട് എന്ന് നമുക്ക് ഓരോരുത്തർക്കും ബോധ്യപ്പെടേണ്ടതുണ്ട്. പലപ്പോഴും സോഷ്യൽ മീഡിയയിലൂടെ പല നമസ്കരിക്കുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. ഒരു കാല് മാത്രമുള്ളവർ ആ കാലിൽ നിന്നുകൊണ്ട് നമസ്കരിക്കുന്നു, അല്ലാഹുവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്നു. മാനസിക നില തെറ്റിപ്പോയിട്ടുണ്ട്. അല്പം മാത്രമേ യഥാർത്ഥത്തിലുള്ള നിലയിലേക്ക് കടന്നു വരുന്നുള്ളൂ. ആ സമയത്ത് അല്ലാഹുവിനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന റബ്ബിന്റെ കലാമ് പാരായണം ചെയ്തിരിക്കുന്ന എത്ര ആളുകളുണ്ട്. വലിയ ടവറിന്റെ മുകളിൽ ജോലി ചെയ്യുമ്പോ അവിടുന്ന് താഴേക്ക് ഇറങ്ങി വരാൻ പ്രയാസമാണ്, നമസ്കരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് നമസ്കാരം ഉപേക്ഷിക്കുന്നതിന് പകരം ഉയർന്നു നിൽക്കുന്ന ടവറിന്റെ മുകളിലാണെങ്കിലും 5 നേരത്തെ നമസ്കാരം എനിക്ക് നിർബന്ധമാണെന്ന് മനസ്സിലാക്കി അതിന്റെ മുകളിൽ വെച്ചുകൊണ്ട് നമസ്കരിക്കുന്നവരുടെ ഫോട്ടോ നമ്മൾ കണ്ടിട്ടുണ്ടാകും. ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മനസ്സിലാക്കിയവർ, റബ്ബ് നൽകിയ അനുഗ്രഹങ്ങളെ മനസ്സിലാക്കിയവർ ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്നവരായിരിക്കും.
അതിനുള്ള ശരിക്കും ഒരു ട്രെയിനിങ്ങിന്റെ ചാൻസ് ആണ് പരിശുദ്ധ റമദാൻ എന്ന് പറയുന്നത്. ഈ റമദാന്റെ ദിനരാത്രങ്ങളിൽ ജീവിതത്തെ റബ്ബിന് സമർപ്പിച്ചുകൊണ്ട് ജീവിക്കാൻ പരമാവധി നമ്മൾ ശ്രമിക്കുമ്പോൾ ആ ഒരു ശ്രമം ഇനിയും നമുക്ക് തുടരാൻ സാധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തഖ്വയുടെ സൂക്ഷ്മതയുടെ തലത്തിലേക്ക് എത്രത്തോളം നമുക്ക് മാറാൻ പറ്റിയിട്ടുണ്ട്, ഇനിയും നമ്മൾ എത്ര മാറേണ്ടതുണ്ട് എന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. പരിശുദ്ധ റമദാനിന്റെ ദിനങ്ങൾ ഇനിയും നമുക്ക് മുമ്പിൽ ഏതാനും ദിവസങ്ങൾ ബാക്കിയുണ്ടല്ലോ. അതുകൊണ്ട് റമദാൻ തീരുന്നതിന്റെ മുമ്പ് പശ്ചാത്തപിച്ചു മടങ്ങാമെന്ന് ചിന്തിക്കുന്നവരുണ്ട്. റമദാനിന്റെ ദിവസങ്ങൾ ഇനിയും 2-3 ബാക്കിയുണ്ടെങ്കിലും ശരി, അള്ളാഹു നമുക്ക് നിശ്ചയിച്ചിട്ടുള്ള ആയുസ്സിൽ ഇനി എത്ര മിനിറ്റുകളാണ് ബാക്കിയുള്ളത്, എത്ര സെക്കൻഡുകളാണ് ബാക്കിയുള്ളതെന്ന് നമുക്ക് ആർക്കും അറിയില്ല. അതുകൊണ്ട് ഈ റമദാനിൽ ജീവിക്കാൻ അവസരം ലഭിച്ച ഒരാൾ ഏറ്റവും പ്രാധാന്യത്തോടുകൂടെ കാണേണ്ട കാര്യങ്ങളിൽ ഒന്നാണ് സംഭവിച്ച സകല പാപങ്ങൾക്കും റബ്ബിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങുക എന്നത്. ആ ഒരു പശ്ചാത്താപ മനസ്ഥിതി റമദാനിൽ നേടിയെടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് ഈ റമദാനിന്റെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന നമ്മുടെ മനസ്സിൽ ഏറെ ചിന്തയോടുകൂടെ ഉണ്ടായിരിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തിന്റെ ഓരോ തലങ്ങളും സൂക്ഷ്മമായ പരിശോധനയ്ക്ക് നമ്മൾ വിധേയരാക്കണം. ഒരു ഭർത്താവ് എന്ന നിലക്ക് ഭാര്യയ്ക്ക് ചെയ്തു കൊടുക്കേണ്ടുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ടോ? അവൾക്ക് വേണ്ട വസ്ത്രവും അവർക്ക് വേണ്ട ഭക്ഷണവും അവർക്ക് വേണ്ട മരുന്നും വാങ്ങിക്കൊടുത്തു എന്നത് കൊണ്ട് മാത്രം അവരോടുള്ള കടമയും കടപ്പാടും നിറവേറ്റുന്നവരായി മാറുന്നില്ല. മറിച്ച് അവർ നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന സംസാരങ്ങൾ ഉണ്ടാകും. സന്തോഷത്തോടെ, പുഞ്ചിരിക്കുന്ന മനസ്സോടെ, മനസ്സാന്നിധ്യത്തോടെ, മറ്റൊരു ചിന്തകളുമില്ലാതെ അവരുടെ അടുത്തിരുന്നു കൊണ്ട് നമ്മൾ സംസാരിക്കുക എന്നത് അവർ നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്ന, പ്രതീക്ഷിക്കുന്ന അവരുടെ അവകാശമായ കാര്യമായിരിക്കും. നമുക്കത് നിർവഹിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ടോ ആലോചിക്കേണ്ടതുണ്ട്. നമ്മുടെ തഖ്വയുടെ ഭാഗമാണത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ നല്ല ഒരു ഉദാഹരണത്തിലൂടെ നമുക്ക് ഭാര്യയോടുള്ള കടപ്പാടിനെ കുറിച്ച് മനസ്സിലാക്കി തന്നു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഭാര്യയ്ക്ക് വേണ്ടി കൊടുക്കുന്ന ഭക്ഷണത്തിൽ പോലും നിങ്ങൾക്ക് പ്രതിഫലമുണ്ട്. നിങ്ങളുടെ ഭാര്യയുടെ വായിലേക്ക് നിങ്ങൾ വെച്ചു കൊടുക്കുന്ന ഓരോ ഉരുളക്കും പ്രതിഫലമുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതിന് 2 അർത്ഥങ്ങളുണ്ട്. ഒന്ന്, അവർക്ക് വേണ്ടി നമ്മൾ ചെലവഴിക്കുന്ന ഭക്ഷണത്തിനാണെങ്കിലും അതിൽ നമുക്ക് പ്രതിഫലമുണ്ട്. എന്നാൽ ആ ഒരു പ്രയോഗം നോക്കൂ, ഭാര്യയുടെ വായിലേക്ക് വെച്ചു കൊടുക്കുന്ന ഉരുളക്ക് പോലും, ആ ഒരു പ്രവൃത്തിയെ കൂടി പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറഞ്ഞു. സന്തോഷത്തോടെ ഭാര്യയുടെ വായിലേക്ക് ഒരു ഉരുള വെച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ, അത് മനസ്സിന്റെ സംതൃപ്തിയോടുകൂടെ ചെയ്യുന്നുവെങ്കിൽ അതിന് പോലും പ്രതിഫലമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹദീസിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇതേപോലെ തന്നെ ഭാര്യമാർ ചിന്തിക്കണം, എന്റെ ഭർത്താവിനോട് എനിക്കുള്ള കടമയും കടപ്പാടും കൃത്യമായി ഞാൻ നിറവേറ്റിയിട്ടുണ്ടോ? പല സ്ത്രീകളുമുണ്ട്, 5 നേരം നമസ്കരിക്കുന്നുണ്ടാകും, പ്രാർത്ഥിക്കുന്നുണ്ടാകും, ഖുർആൻ പാരായണം നടത്തുന്നുണ്ടാകും. പക്ഷേ ജീവിതം ഭർത്താവിനെ ധിക്കരിച്ചുകൊണ്ടായിരിക്കും. ഭർത്താവിന്റെ അസാന്നിധ്യത്തിൽ ഭർത്താവ് ഇഷ്ടപ്പെടാത്ത പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടാകും. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതെന്താ? ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം, ഇദാ സല്ലത്തിൽ മർഅതു ഖംസഹാ, ഒരു സ്ത്രീ 5 നേരം നമസ്കരിച്ചാൽ, വസാമത് ശഹ്റഹാ, അവരുടെ റമദാൻ മാസത്തിലെ നിർബന്ധമായ നോമ്പ് അവൾ അനുഷ്ഠിക്കുകയും ചെയ്താൽ, വഅതാഅത് സൗജഹാ, അവളുടെ ഭർത്താവിനെ അവൾ അനുസരിക്കുകയും ചെയ്താൽ, ഖീല, അവരോട് പറയപ്പെടും, ഉദ്ഖുലിൽ ജന്ന മിൻ അയ് അബ്വാബിൽ ജന്നതി ശിത്തി, ഉദ്ഖുലി മിൻ അയ് അബ്വാബിൽ ജന്നതി ശിത്തി, നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്വർഗ്ഗത്തിന്റെ കവാടത്തിലൂടെ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക. അതെ, അവളുടെ ജീവിതത്തിൽ വലിയൊരു അവസരം, അനുഗ്രഹത്തിന്റെ അവസരം. അതെന്താ? ഭർത്താവിനെ അനുസരിക്കുന്നതിലൂടെ റബ്ബ് സുബ്ഹാനഹു വ തആല നൽകുന്ന അനുഗ്രഹത്തിന്റെ അവസരമാണത്. ആ ഒരു സ്വർഗ്ഗപ്രവേശനത്തിന് ഉതകും വിധത്തിൽ എന്റെ ജീവിതത്തിൽ ഞാൻ ചിട്ടപ്പെടുത്തിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഈ ഒരു റമദാനിലെങ്കിലും ആ ഒരു തിരിച്ചറിവോടെ ജീവിതത്തെ തിരുത്തുവാൻ, നല്ലൊരു റൂട്ടിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് ഓരോ ഉമ്മമാരും സഹോദരിമാരും ആലോചിക്കണം. അതേപോലെ തന്നെയാണ്
ഓരോ മക്കളും അവരുടെ മാതാപിതാക്കളുടെ കടമകളും കടപ്പാടുകളും നിറവേറ്റിയിട്ടുണ്ടോ? ചിന്തിക്കാൻ പറ്റണം. മാതാവിനും പിതാവിനും പണം നൽകുക എന്നതല്ല, അതിനപ്പുറം അവർക്ക് ചെയ്തു കൊടുക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതെന്താ? അവർക്ക് താങ്ങും തണലുമായി നിൽക്കാൻ പറ്റണം. അവരുടെ വിഷമഘട്ടങ്ങളിൽ അവരുടെ പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കാൻ മക്കൾക്ക് കഴിയുമ്പോഴാണ് മക്കളിലൂടെ മാതാവും പിതാവും ഉദ്ദേശിക്കുന്ന ഉത്തരവാദിത്വം നിർവഹിച്ചവരായി അവർ മാറുകയുള്ളൂ. ചിന്തിക്കണം, ഒരു മകന്റെ വിഷയത്തിൽ മാതാവും പിതാവും സംതൃപ്തനാകേണ്ടതുണ്ട്. നമ്മളുടെ വിഷയത്തിൽ നമ്മുടെ മാതാവും പിതാവും സംതൃപ്തരാണോ? നമ്മുടെ മാതാവും പിതാവും സംതൃപ്തരാണോ? നമ്മുടെ നല്ല സംസാരം കൊണ്ട്, നമ്മുടെ നല്ല പെരുമാറ്റം കൊണ്ട്, നമ്മുടെ നല്ല ഇടപെടൽ കൊണ്ട് നമ്മുടെ മാതാവും പിതാവും നമ്മളോട് സംതൃപ്തരാണെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്താ? റിദല്ലാഹി ഫീ റിദൽ വാലിദൈൻ വസുഖ്തല്ലാഹി ഫീ സുഖ്തിൽ വാലിദൈൻ. മാതാപിതാക്കളുടെ തൃപ്തി നമുക്ക് നേടാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിലൂടെയാണ് അല്ലാഹുവിന്റെ തൃപ്തി നേടാൻ പറ്റുന്നത്. മാതാപിതാക്കളുടെ കോപവും അനിഷ്ടവുമാണ് നമുക്ക് നേടാൻ പറ്റിയതെങ്കിൽ അല്ലാഹുവിന്റെ കോപമായിരിക്കും അതിലൂടെ ലഭിക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. അതുകൊണ്ട് പിതാവിനോടാണെങ്കിലും മാതാവിനോടാണെങ്കിലും മോശപ്പെട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, മോശമായ രൂപത്തിൽ ഇടപഴകിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണേ എന്ന് പറയാൻ, പൊരുത്തപ്പെടണമെന്ന് പറയാൻ, എനിക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണേ എന്ന് പറയാൻ, എന്റെ സ്വഭാവ ദൂഷ്യങ്ങൾ തിരുത്തുന്നതിന് വേണ്ടി എനിക്ക് വേണ്ടി നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യണേ എന്ന് പറയാൻ മക്കൾക്ക് കഴിയുമ്പോഴാണ് റമദാനിലൂടെ നേടിയെടുക്കേണ്ടുന്ന തഖ്വയുടെ ഭാഗം നേടിയെടുത്തവരായി നമ്മൾ മാറിയിട്ടുള്ളൂ എന്ന് നമ്മളെ കുറിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതേപോലെ തന്നെ നമ്മൾ നല്ല മാതാപിതാക്കളായിരിക്കണം. ഒരു നല്ല മാതാവും പിതാവും എന്ന് പറയുമ്പോ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്? നമുക്ക് അത് ആലോചിക്കാൻ പറ്റണം. നമുക്കറിയാം, ഒരു വ്യക്തിയെ കുറിച്ച് നമ്മൾ പറയാം, ഇദ്ദേഹം ഒരു നല്ല ഡ്രൈവറാണ്. നല്ലൊരു ഡ്രൈവറാണെന്നൊരു ഡ്രൈവറെ കുറിച്ച് നമ്മൾ പറയുമ്പോ എന്തായിരിക്കും അയാൾക്കുണ്ടായിരിക്കുന്ന ക്വാളിറ്റി? അയാൾ നന്നായി അച്ചടക്കത്തോടുകൂടി ഡ്രൈവ് ചെയ്യുന്ന ആളായിരിക്കും. തന്റെ വാഹനത്തിലുള്ളവരെ കൃത്യമായ ലക്ഷ്യസ്ഥാനത്ത് സുരക്ഷിതമായി എത്തിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ കുറിച്ചാണ് ഇദ്ദേഹം നല്ലൊരു ഡ്രൈവറാണെന്ന് നമ്മൾ പറയാം. ഇദ്ദേഹം നല്ലൊരു പ്ലെയർ ആണെന്ന് പറയണമെങ്കിൽ ലക്ഷ്യബോധത്തോടുകൂടെ അച്ചടക്കത്തോടുകൂടെ കളിക്കുന്ന ഒരാളെ കുറിച്ച് ഇയാൾ നല്ലൊരു പ്ലെയർ ആണെന്ന് പറയുകയുള്ളൂ. ഇതുപോലെ നല്ല മാതാപിതാക്കൾ എന്ന് പറയുമ്പോ മാതാവും പിതാവും മക്കളുടെ വിഷയത്തിൽ നിർവഹിക്കേണ്ട ലക്ഷ്യങ്ങളുണ്ട്. അവരുടെ വിഷയത്തിൽ നിർവഹിക്കേണ്ടുന്ന ഉത്തരവാദിത്തങ്ങളുണ്ട്. അത് അച്ചടക്കത്തോടുകൂടെ ലക്ഷ്യസ്ഥാനം വരെ കൊണ്ടുപോയി എത്തിച്ചിട്ടുണ്ടെങ്കിൽ അവർ നല്ല മാതാപിതാക്കളായി മാറിയിട്ടുള്ളൂ. നമ്മളെ കുറിച്ച് ആലോചിക്കണം. ഒരു മാതാവിനും പിതാവിനും, ഭാര്യക്കും ഭർത്താവിനും സന്താനം ജനിക്കുന്നതോടുകൂടെ അവർ മാതാപിതാക്കളായി മാറുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ മക്കൾ ജനിച്ചിട്ടുണ്ടാവും. ആ മക്കളുടെ വിഷയത്തിൽ ആശങ്കാകുലരാണ് പല രക്ഷിതാക്കളും. പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും അവരെ പഠിക്കാൻ പറഞ്ഞേക്കാതിരിക്കാൻ പറ്റൂല. പഠിക്കാൻ പറഞ്ഞേക്കുന്നുണ്ടെങ്കിലും ശരി, അവരുടെ വിഷയത്തിൽ ഏറെ ആശങ്കയിലാണ് മാതാപിതാക്കൾ. എന്ത് ചെയ്യും? എന്തായിരിക്കും അവരുടെ അവസ്ഥ? തിരിച്ചു വരുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? പ്രത്യേകിച്ച് ഈ അടുത്ത കാലഘട്ടങ്ങളിലൊക്കെ പല മക്കളും വീട്ടിലേക്ക് വരുമ്പോ ഭയപ്പെട്ടുകൊണ്ട്, പേടിച്ച് വിറച്ചുകൊണ്ട് മാതാപിതാക്കൾ നിൽക്കേണ്ടുന്ന സാഹചര്യത്തിൽ കൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് ഒരു നല്ല മാതാവും പിതാവുമാകാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന ആത്മപരിശോധനയുടെ അനിവാര്യതയുണ്ടാകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു സമൂഹം നന്മയിൽ മുന്നോട്ട് പോകണം, ഐക്യത്തിൽ മുന്നോട്ട് പോകണം, സമാധാനത്തോടുകൂടെ മുന്നോട്ട് പോകണം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആ ഒരു തീരുമാനത്തോടുകൂടെ തന്നെ അതിന്റെ പൂർത്തീകരണത്തിന് ആവശ്യമായ നിർദ്ദേശം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ സൂറത്തു തഹ്രീമിന്റെ 6-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വ അഹ്ലീകും നാറാ. അല്ലേ സത്യവിശ്വാസികളെ, നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകാഗ്നിയിൽ നിന്ന് കാത്തുരക്ഷിക്കണം. സൂറത്തുൽ ബഖറയിലും ഈ സന്ദേശം നമുക്ക് കാണാൻ പറ്റും. നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും
നരകത്തിൽ നിന്ന് രക്ഷിക്കണമെന്ന് പറഞ്ഞ ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട് ആ നരകത്തിലെ ഇന്ധനം എന്ന് പറയുന്നത് മനുഷ്യനും പാറക്കല്ലുകളുമാണ്. നമ്മുടെ മക്കളുടെ കാലിൽ ഒരു മുള്ള് തറക്കുന്നത് നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്, മനുഷ്യനും പാറക്കല്ലും ഇന്ധനമായി കത്തിക്കപ്പെടുന്ന ആ നരകത്തിൽ നിന്ന് നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും പ്രൊട്ടക്ട് ചെയ്യണം. നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും സംരക്ഷിക്കണം. മാത്രമല്ല പരുഷ സ്വഭാവികളായ കഠിന ഹൃദയന്മാരായ മലക്കുകളായിരിക്കും ആ നരകത്തിൽ ഉണ്ടായിരിക്കുക. അതിന്റെ കാവൽക്കാരായും അതിന്റെ കാര്യങ്ങൾ ചെയ്യുന്നവരായും ഉണ്ടാവുക ഇത്തരം മലക്കുകളായിരിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം അവർ എന്താണോ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് അതിൽ യാതൊരു വീഴ്ചയും വരുത്താതെ അവരുടെ ഉത്തരവാദിത്വം അവർ നിർവഹിക്കുന്നവരായിരിക്കും. അങ്ങനെയുള്ള നരകത്തിൽ നിന്ന് നിങ്ങൾ നിങ്ങളെയും കുടുംബത്തെയും സംരക്ഷിക്കണം. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, മനുഷ്യനും പാറക്കല്ലുമാണ് നരകത്തിലെ ഇന്ധനം എന്നത്. ഭൂമിയിൽ ഇന്ധനമായി പലതും കത്തിക്കപ്പെടുന്നുണ്ട് എങ്കിലും അതിൽ നിന്ന് പാറയെ അള്ളാഹു പ്രത്യേകം എടുത്തു പറഞ്ഞു. എന്തുകൊണ്ടാണെന്ന് അള്ളാഹുവിനാണ് അറിയുക. എന്നാൽ മറ്റുള്ള പല വസ്തുക്കളെയും അപേക്ഷിച്ച് പാറക്ക് ചില പ്രത്യേകതകളുണ്ട്. അതെന്താ? ഒരു കടലാസ് കഷ്ണം അത് കത്തിച്ചാൽ അത് ചാരമായി മാറുന്നു. കുറച്ചു കഴിയുമ്പോൾ പിന്നെ അതിന് ചൂടില്ല. വിറകിന്റെ കഷ്ണങ്ങള് അത് കത്തിച്ചു കഴിഞ്ഞാൽ കരിയായി മാറുന്നു, പിന്നീട് ചാരമായി മാറുന്നു, പിന്നെ അതിന് ചൂടില്ല. ഇരുമ്പ് പോലും ഒരു പരിധി വിട്ട് നമ്മൾ ചൂടാക്കി കഴിഞ്ഞാൽ അത് വെള്ളമായി മാറുന്ന സാഹചര്യമുണ്ടെങ്കിൽ പാറക്കല്ല് എത്ര കത്തിച്ചാലും ശരി അതിന്റെ രൂപത്തിന് മാറ്റം സംഭവിക്കുന്നില്ല. അതിന്റെ ചൂട് കൂടുക എന്നല്ലാതെ രൂപത്തിന് മാറ്റം സംഭവിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇരുമ്പിനാലുള്ള ആയുധങ്ങൾ നിർമ്മിക്കുന്നതിന് പോലും പാറകൾ കൊണ്ടുള്ള പാത്രങ്ങൾ ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ളത് വർത്തമാനകാല സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. ഇത്തരം പാറകളായിരിക്കും മനുഷ്യനും പാറകളുമായിരിക്കും നരകത്തിലെ ഇന്ധനം എന്ന് പറയുമ്പോ ആ ശക്തമായ പാറകൾ കത്തിക്കപ്പെടുന്ന നരകത്തിൽ നമ്മൾ പെട്ടുപോകാൻ പാടില്ല. നമ്മുടെ മക്കൾ പെട്ടുപോകാൻ പാടില്ല. അതിന് നമ്മൾ മക്കളോട് ചെയ്യേണ്ടുന്ന ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിർവഹിക്കേണ്ടതുണ്ട്. ഈ പരിശുദ്ധ റമദാനിൽ പ്രത്യേകിച്ച് ഈ ഒരു ചിന്ത നമുക്കുണ്ടായിരിക്കണം. എന്റെ മക്കളോടുള്ള എന്റെ കടമയും കടപ്പാടും നിറവേറ്റിയിട്ടുണ്ടോ? ഞാൻ നല്ലൊരു പിതാവാകാനും നല്ലൊരു മാതാവാകാനും ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? മക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അനുഗ്രഹമായി നൽകിയതാണെങ്കിൽ ആ അമാനത്ത് സ്വീകരിച്ച് കൃത്യമായി ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കുവാനുള്ള പരിശ്രമം ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടോ എന്ന് ഓരോ പിതാവും മാതാവും ചിന്തിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇപ്പറഞ്ഞ ആയത്തിലൂടെ അതിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഖു അൻഫുസകും വഅഹ്ലീകും നാറാ. നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അദ്ദിബൂഹും വഅല്ലിമൂഹും. നിങ്ങൾ മക്കൾക്ക് അദബ് പഠിപ്പിക്കണം, അച്ചടക്കം പഠിപ്പിക്കണം. ഒരു മുസൽമാന്റെ ക്വാളിറ്റിയിലേക്ക് നിങ്ങളുടെ മക്കളെ നിങ്ങൾ എത്തിക്കണം. വഅല്ലിമൂഹും, അവർക്ക് നിങ്ങൾ വിജ്ഞാനം പകർന്നു കൊടുക്കണം. വിജ്ഞാനം പകർന്നു കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഭൗതിക വിദ്യാഭ്യാസമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്, മറിച്ച് സത്താവിനെ അറിയുന്ന വിജ്ഞാനം, അള്ളാഹുവിനെ മനസ്സിലാക്കുന്ന അറിവ്, അള്ളാഹുവിന്റെ പ്രവാചകനെ മനസ്സിലാക്കുന്ന അറിവ്, പരലോക ബോധം ഉണ്ടാക്കുന്ന അറിവ്, വിചാരണയെ കുറിച്ച് ബോധമുണ്ടാക്കുന്ന അറിവ്. ഞാൻ ലോകത്തിന്റെ ഏത് ദിക്കിലാണെങ്കിലും എന്നെ കാണുകയും എന്റെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുകയും ചെയ്യുന്ന അള്ളാഹുവുണ്ട് എന്നുള്ള അറിവ് അത് മക്കൾക്ക് നൽകണമെന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് അറിയിച്ചിട്ടുള്ളത്. വർത്തമാനകാലത്ത് പല രക്ഷിതാക്കളുമുണ്ട് മക്കളെ സ്നേഹിക്കുന്നു എന്നതിന്റെ പേര് പറഞ്ഞ് ആ മക്കളുടെ ദുനിയാവും പരലോകവും നഷ്ടപ്പെടുത്തി കളയുന്നവർ. മഹാനായ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നുണ്ട്, വകം മിമ്മൻ അഷ്ഖാ വലദഹു വഫൽദത കബ്ദിഹി ഫിദ്ദുനിയ വൽ ആഖിറ. എത്ര മാതാപിതാക്കളുണ്ട്, അവരുടെ കരുതലിന്റെ കഷ്ണമായിരിക്കും അവരുടെ മക്കൾ. എന്നാൽ ആ മക്കളുടെ ദുനിയാവും പരലോകവും നഷ്ടപ്പെടുത്തി കളയുന്ന എത്ര രക്ഷിതാക്കളുണ്ട്. ആ മക്കളെ വേണ്ട വിധത്തിൽ ശ്രദ്ധിക്കാതെ പോയതിന്റെ പേരിൽ, അവർക്ക് വേണ്ടുന്ന മര്യാദ പഠിപ്പിച്ചു കൊടുക്കാത്തതിന്റെ പേരിൽ, മതപരമായ ബോധം അവർക്ക് പകർന്നു കൊടുക്കാത്തതിന്റെ പേരിൽ
ആ മക്കളുടെ ദുനിയാവും പരലോകവും നഷ്ടപ്പെടുത്തി കളഞ്ഞ എത്ര രക്ഷിതാക്കളുണ്ട്. ആ വ്യക്തിയുടെ മനസ്സിന്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ചുകൊണ്ട് അയാൾ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോ ആ മക്കൾക്ക് നേരിന്റെ വഴി കാണിക്കാൻ ശ്രമിക്കാതെ അവഗണിച്ചുകൊണ്ട് ഒഴിവാക്കുന്ന എത്രയോ മാതാപിതാക്കളുണ്ട്. അവർ ജീവിതത്തിന്റെ തിരക്കിലായിരിക്കും, വീടിന്റെ ആവശ്യത്തിന് വേണ്ടി സമ്പത്ത് ശേഖരിക്കുന്ന തിരക്കിലായിരിക്കും പിതാവ്. ഭർത്താവ് കൊണ്ടുവരുന്ന കാശും അതുകൊണ്ടുണ്ടാക്കുന്ന വസ്തുക്കളും ഉപയോഗിച്ച് വീട്ടിൽ മറ്റുള്ള കാര്യങ്ങൾ തയ്യാറാക്കുന്ന തിരക്കിലായിരിക്കും ഉമ്മ. മക്കളുടെ വളർച്ചയെ കുറിച്ച് ശ്രദ്ധിക്കാതെ മക്കളുടെ മനസ്സിന്റെ ഇച്ഛകൾക്കനുസരിച്ചുകൊണ്ട് അവരെ തുറന്നു വിട്ട് അവരുടെ സ്നേഹം കാണിക്കുകയാണ് ഞങ്ങളെന്ന് അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്ന എത്രയോ ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ ആ മക്കളുടെ ദുനിയാവും പരലോകവും നഷ്ടപ്പെടുത്തി കളയുകയാണ് ഈ മാതാപിതാക്കൾ ചെയ്യുന്നത് എന്ന് മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുകയാണ്. അദ്ദേഹം പറയുന്നു, ഈ മാതാവും പിതാവും എന്ന് പറയുന്നു ഞങ്ങൾ മക്കളെ സ്നേഹിക്കുകയാണ്, അവരെ ഞങ്ങൾ ബഹുമാനിക്കണം. കാരണം എന്താ? അവരെന്താ ആവശ്യപ്പെടുന്നുണ്ടോ ഞങ്ങളത് വാങ്ങിക്കൊടുക്കാറുണ്ട്. അവന് വിഷമമുണ്ടാകുന്ന ഒരു കാര്യം ഞങ്ങൾ അവരോട് കൽപ്പിക്കാറില്ല, ഞങ്ങൾ അവരെ സ്നേഹിക്കുകയാണ്. യഥാർത്ഥത്തിൽ അവർ ആ കുട്ടിയെ അവഗണിച്ച് കളയുകയാണ്. ആ കുട്ടിയുടെ വളർച്ചയിൽ വേണ്ട രൂപത്തിൽ ശ്രദ്ധിക്കാതിരിക്കുകയാണ്. അവർ പറയും ഞങ്ങൾ മക്കളോട് കരുണ കാണിക്കാൻ, അവരുടെ ഇഷ്ടത്തിന് നിങ്ങൾ അവരെ വിട്ടിരിക്കാൻ. യഥാർത്ഥത്തിൽ അവർ ആ കുട്ടിയെ ആക്രമിക്കുകയാണ് ചെയ്യുന്നത് എന്ന് മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കണം, ഒരു മാതാവ് പിതാവ് എന്ന നിലക്ക് നമ്മളുടെ മക്കളെ കൃത്യമായ ലക്ഷ്യസ്ഥാനത്ത് അഥവാ സ്വർഗത്തിൽ എത്തിച്ചേരാൻ ആവശ്യമായ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അവിടെയാണ് മക്കൾ സ്വാലിഹീങ്ങളായി മാറുന്നതിലൂടെയാണ് ദുനിയാവിലും പരലോകത്തും മക്കൾ നമുക്ക് പ്രയോജനപ്പെടുന്നത് എന്ന തിരിച്ചറിവും അതിനനുസരിച്ച പ്രവർത്തനവും ഉണ്ടാകുന്നത്. നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഒരാൾ മരണപ്പെട്ടാൽ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹീങ്ങളായ മക്കളുണ്ടെങ്കിൽ ആ മക്കൾ ആ വ്യക്തിയുടെ സമ്പാദ്യത്തിൽപ്പെട്ടതാണ്. നമ്മൾ ആലോചിക്കണം, നമ്മുടെ മക്കളെ കുറിച്ച്. നമ്മൾ ഇന്ന് മരണപ്പെട്ടാലും നമ്മുടെ മക്കൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമോ? നമ്മുടെ മക്കൾ നമുക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യും? ദുനിയാവിലും പരലോകത്തും ഉപകാരപ്പെടുന്ന മക്കളായി മാറണമെങ്കിൽ ആവശ്യമായ വിജ്ഞാനം നമ്മൾ അവർക്ക് പകർന്നു നൽകിയിട്ടുണ്ടോ? മതപരമായ വിജ്ഞാനം അവർക്കുണ്ടായിരിക്കണം. ഇതിനർത്ഥം മതപരമായ ബോധം മാത്രം മതി എന്നാണോ? അല്ല. ഭൗതിക വിദ്യാഭ്യാസം നൽകുന്നതിന് ഇസ്ലാം വിരോധിക്കുന്നില്ല. എന്നാൽ അള്ളാഹുവിനെ അറിയുന്ന ഡോക്ടറായിരിക്കണം, അള്ളാഹുവിനെ മനസ്സിലാക്കിയ എഞ്ചിനീയർ ആയിരിക്കണം. ഭൗതികമായ ഏത് പഠനത്തിന്റെ മേഖലയിലൂടെ കടന്നു പോകുമ്പോഴും അള്ളാഹുവിനെ അറിയണം, അള്ളാഹുവിന്റെ പ്രവാചകനെ അറിയണം, പരലോകത്തെ അറിയണം. മാതാവിനും പിതാവിനും നൽകേണ്ട സ്ഥാനവും പരിഗണനയും കൊടുക്കാൻ പറ്റണം. 2 ദിവസം മുമ്പ് ഒരു വ്യക്തിയുടെ സംസാരം കേട്ടു. ഭൗതികമായി പഠിച്ചൊരു വ്യക്തിയാണ്. പ്ലസ് 2 കഴിഞ്ഞിട്ട് ഭൗതികമായി പല കാര്യങ്ങളും പഠിച്ചു. ആ വ്യക്തി ജോലി ചെയ്തിട്ട് കിട്ടിയ ആദ്യത്തെ ശമ്പളം ഉമ്മാന്റെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുത്തു. എന്നിട്ട് ഉമ്മയോട് പറഞ്ഞത്രേ, ഉമ്മ നിങ്ങൾ ഈ കാശ് ഉപ്പാനെ ഏൽപ്പിക്കണം. അപ്പൊ ഉമ്മ പറഞ്ഞത്ര, മോനെ നിനക്ക് ജോലി ചെയ്തിട്ട് ആദ്യം കിട്ടിയ ശമ്പളല്ലേ, നീ തന്നെ ഉപ്പാനെ ഏൽപ്പിച്ചോളൂ, അതായിരിക്കും ഉപ്പാക്ക് കൂടുതൽ സന്തോഷം. മോൻ പറഞ്ഞു, അല്ല ഉമ്മ തന്നെ ഏൽപ്പിക്കും. ആവർത്തിച്ച് പറഞ്ഞപ്പോ ഉമ്മ ചോദിച്ചു, എന്തേ പ്രശ്നം, നിനക്കെന്ത് ഏൽപ്പിക്കാൻ മടി? ആ സമയത്താണ് മോൻ പറഞ്ഞത്രേ, ഭൗതികമായി പഠിച്ചതാണ്, അതിന്റെ കൂടെ ദീനീ ബോധവുമുള്ള മകൻ പറഞ്ഞത്രേ, ഞാൻ പഠിക്കുന്ന കാലം അത്രയും എനിക്ക് പുസ്തകം വാങ്ങാൻ വേണ്ടി എന്റെ ഉപ്പ ധാരാളം കാശ് തന്നിട്ടുണ്ട്, എനിക്ക് വസ്ത്രം വാങ്ങാൻ ഉപ്പ ഒരുപാട് കാശ് തന്നിട്ടുണ്ട്, എനിക്ക് ഫീസ് അടക്കാൻ ഒരുപാട് കാശ് ഉപ്പ തന്നിട്ടുണ്ട്, എന്റെ മറ്റു പല ആവശ്യങ്ങൾക്കും കാശ് ഉപ്പ തന്നിട്ടുണ്ട്. അന്നൊക്കെ ഉപ്പ എനിക്ക് കാശ് തരുമ്പോ ഉപ്പയുടെ കൈ മുകളിലും എന്റെ കൈ താഴെയുമായിരുന്നു. ഇന്ന് എന്റെ കൈ മുകളിലും ഉപ്പാന്റെ കൈ താഴെയുമാകുന്നത് എനിക്ക് സഹിക്കാൻ പറ്റൂല, അതെനിക്ക് ആലോചിക്കാൻ പോലും പറ്റൂല. അതുകൊണ്ട് ഞാൻ ഉപ്പാക്ക് കാശ് കൊടുക്കുമ്പോ ഉപ്പയുടെ കൈ താഴെയാകുന്നത് എനിക്ക് ഓർക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ആ കാശ് ഉപ്പയെ ഏൽപ്പിക്കണമെന്ന് പറയുമ്പോ ഭൗതിക വിദ്യാഭ്യാസം പഠിച്ചവർ മാതാവിനെയും പിതാവിനെയും മനസ്സിലാക്കാതെ പോകുന്നുവെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവരുടെ കൂട്ടത്തിലും ഉണ്ടാകും ദീനിയായിട്ട് മനസ്സിലാക്കിയ ആളുകൾ, മാതാവിനെയും പിതാവിനെയും പരിഗണിക്കുന്നവർ.
അറബി കോളേജിൽ പഠിച്ചവർ എല്ലാവരും 100% ഒക്കെ ആയിരിക്കുമെന്നും നമുക്ക് പറയാൻ സാധ്യമല്ല. എന്നാൽ മറ്റുള്ളവരെ അപേക്ഷിച്ച് പൊതുവെ ഈ അറബി കോളേജിൽ പഠിക്കുമ്പോ ദീനി വിദ്യാഭ്യാസത്തിന് കൂടുതൽ പ്രാധാന്യം നൽകി പഠിക്കുമ്പോൾ അവർക്ക് കൂടുതൽ ആ മേഖലയിൽ ഉയർന്നു വരാൻ സാധിക്കുമെന്ന് മാത്രം. ഏത് തലത്തിലാണെങ്കിലും ശരി, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അല്ലാഹുവിന്റെ സൃഷ്ടികളോട് നമ്മൾ ഓരോരുത്തരോടുമായിട്ട് പറഞ്ഞതാണ്, ജീവിതത്തിൽ സുരക്ഷ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർക്ക് വേണ്ടത് അച്ചടക്കം പഠിപ്പിക്കലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് പഠിപ്പിക്കലാണ് എന്ന് വിശുദ്ധ ഖുർആനെ വിശദീകരിച്ചുകൊണ്ട് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നമുക്ക് ഓർമ്മപ്പെടുത്തുകയുണ്ടായി. മാത്രമല്ല മഹാനായ ഇബ്നു ഹസം റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നുണ്ട്, അസ്സബിയു കുട്ടി, ഒരു കുട്ടി എന്ന് പറയുമ്പോൾ യൻബഗി അവൻ അനിവാര്യമാണ് അൻ യുഅല്ലമ അവൻ പഠിപ്പിക്കപ്പെടുക എന്നത്. അവൻ പഠിപ്പിക്കപ്പെടുക എന്നത് അനിവാര്യമാണ്. എന്ത്? ത്വാഅത വാലിദൈൻ, അവനവന്റെ മാതാപിതാക്കളെ അനുസരിക്കേണ്ടതുണ്ട്. ഓരോ കുട്ടികളും അവരുടെ മാതാപിതാക്കളെ അനുസരിക്കേണ്ടതുണ്ട് എന്ന ബോധം അവർക്ക് ഇട്ടുകൊടുക്കാൻ പറ്റണം. മാത്രമല്ല വമുഅല്ലിമഹു, അവന്റെ അധ്യാപകനെ അവൻ അനുസരിക്കേണ്ടതുണ്ട്. മാത്രമല്ല വമുഅദ്ദിബഹു, അവർക്ക് ഉപദേശം നൽകുന്നവരെ അവൻ അനുസരിക്കാൻ ബാധ്യസ്ഥനാണ്. അതുപോലെ തന്നെ വമൻ ഹുവ അക്ബറു മിൻഹു സിന്ന, പ്രായം കൊണ്ട് വയസ്സുകൊണ്ട് മൂത്തവരെ അനുസരിക്കുവാൻ തനിക്ക് ബാധ്യതയുണ്ട് എന്ന ബോധം മക്കൾക്ക് നൽകാൻ പറ്റണം. അത് മക്കളുടെ നന്മ ഉദ്ദേശിക്കുന്ന നല്ല മാതാപിതാക്കളിൽ നിന്നുണ്ടാകുന്ന കാര്യമാണ്. ആ നല്ല മാതാപിതാക്കൾ മക്കൾക്ക് ഇത്തരം അറിവും ഇത്തരം ബോധവും പകർന്നു നൽകിയിരിക്കുമെന്നതാണ് മഹാനായ ഇബ്നു ഹസം റഹിമഹുല്ലാഹ് നമുക്ക് പഠിപ്പിച്ചിരുന്നത്. അതുകൊണ്ട് നമ്മുടെ മക്കൾ സ്വാലിഹീങ്ങളായി മാറാൻ നമ്മൾ അവർക്ക് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒരു നല്ല മാതാവും ഒരു നല്ല പിതാവും എന്താണ് ഈ വിഷയത്തിൽ ചെയ്യേണ്ടത് എന്നത് കൃത്യമായി ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നല്ല മാതാവും നല്ല പിതാവുമാകണമെന്ന് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നുണ്ടാവും, സ്വാഭാവികമാണ്. അല്ലാഹു അത്തരം ആളുകളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നാൽ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യം എന്താ? ഒരിക്കൽ മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഒരു പിതാവ് വന്നിട്ട് പറയുന്നുണ്ട്, ഖലീഫ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട്, എന്റെ മോൻ എന്നെ അനുസരിക്കുന്നില്ല, ഞാൻ പറയുന്നത് അവൻ കേൾക്കുന്നില്ല, അനുസരിക്കുന്നില്ല എന്ന് പറഞ്ഞ് മകനെ കുറിച്ചുള്ള പരാതി പിതാവ് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വന്നിട്ട് പറയുന്നു. ഉമർ റളിയല്ലാഹു അൻഹു മകനെ വിളിക്കാൻ പറഞ്ഞു. മകനെ കൊണ്ടുവന്നു. ഉമർ റളിയല്ലാഹു അൻഹു മകനോട് സംസാരിച്ചു. ആ സമയത്ത് മകൻ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അതെന്താ? എന്റെ പിതാവ് എനിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു തന്നിട്ടില്ല. എന്തൊക്കെയാണത്? ഒന്ന്, എനിക്ക് നല്ലൊരു പേര് എന്റെ പിതാവ് സെലക്ട് ചെയ്തില്ല. രണ്ട്, വിശുദ്ധ ഖുർആനാകുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിലേക്ക് വഴികാട്ടിയായി അവതരിപ്പിച്ച വിശുദ്ധ ഖുർആൻ എന്റെ പിതാവ് എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ, അവിടുത്തെ സുന്നത്ത്, അത് പഠിക്കാൻ ആവശ്യമായ സാഹചര്യങ്ങൾ എന്റെ പിതാവ് എനിക്ക് ഒരുക്കി തന്നിട്ടില്ല. മാത്രമല്ല ഉപ്പ വിവാഹം ചെയ്തതാകട്ടെ അള്ളാഹുവിനെ കുറിച്ച് വേണ്ടത്ര ബോധമില്ലാത്തൊരു സ്ത്രീയുമാണ്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളാണ് എനിക്കുള്ളത് എന്ന് പറഞ്ഞ് ഈ മകൻ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് സംസാരിക്കുമ്പോ ഉമർ റളിയല്ലാഹു അൻഹു പിതാവിനോട് പറഞ്ഞു, മകൻ അനുസരിക്കാതിരിക്കുന്നതിന് മകനെ കുറ്റപ്പെടുത്തിയത് കൊണ്ട് കാര്യമില്ല. നിങ്ങൾ ചെയ്യേണ്ട ഉത്തരവാദിത്വം നിങ്ങൾ നിർവഹിച്ചിട്ടില്ല. ഒരു നല്ല പിതാവായി തീരണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടിയിരുന്ന കാര്യങ്ങളുണ്ട്. അതിൽ പെട്ടതാണ് മക്കൾക്ക് നല്ല പേരിടാൻ പറ്റണം. മക്കൾക്ക് അള്ളാഹുവിനെ കുറിച്ചും അള്ളാഹുവിന്റെ പ്രവാചകനെ കുറിച്ചുമുള്ള അറിവ് പകർന്നു കൊടുക്കണം. മക്കളുടെ ഭാവി ആഗ്രഹിച്ചുകൊണ്ട് സ്വാലിഹത്തായ സ്ത്രീകളെ, അള്ളാഹുവിനെ ഭയപ്പെടുന്ന സ്ത്രീകളെ വിവാഹം കഴിക്കണമായിരുന്നുവെന്നും ഉമർ റളിയല്ലാഹു അൻഹു ആ പിതാവിന്റെ അടുത്തുള്ള വീഴ്ച ആ പിതാവിന് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. നമുക്കുമുള്ള ശ്രദ്ധിക്കാൻ ആവശ്യമായ ഉപദേശമാണിത്. നമ്മുടെ മക്കൾ നല്ലവരായി മാറണമെന്ന് ആഗ്രഹിക്കുന്ന നല്ലൊരു പിതാവാണ് നമ്മളെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളിൽപ്പെട്ടതാണ് ഇതൊക്കെ. ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യമായിട്ടാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. മാത്രമല്ല മക്കൾക്ക് നമ്മൾ നൽകേണ്ടുന്ന മറ്റൊരു കാര്യമാണ്, അവർക്ക് നല്ല ശിക്ഷണം കൊടുക്കാൻ നമുക്ക് പറ്റണം. നല്ല ശിക്ഷണം കൊടുക്കാൻ നമുക്ക് പറ്റണം. അതിലൂടെയാണ് നമ്മൾ നല്ല മാതാവും നല്ല പിതാവുമായി തീരുന്നത്. ലക്ഷ്യം മുന്നിൽ കണ്ട്
യുക്തിബോധത്തോടുകൂടെ മക്കളോട് പെരുമാറാൻ സാധിക്കണം. ചിലർക്ക് അടിക്കാൻ മാത്രമേ അറിയുള്ളൂ, ചിലർക്ക് ചീത്ത പറയാൻ മാത്രമേ അറിയുള്ളൂ. അവരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ, അവരെ ഒന്ന് സന്തോഷിപ്പിക്കാൻ പലർക്കും സാധിക്കാറില്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മാ നഹല വാലിദുൻ വലദഹു മിൻ നഹ്ലിൻ അഫ്ളല മിൻ അദബിൽ ഹസൻ. ഒരു മാതാവും ഒരു പിതാവും തന്റെ മക്കൾക്ക് നൽകുന്ന പല സമ്മാനങ്ങളും ഉണ്ടാകും. ആ സമ്മാനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അവർക്ക് ദീനീ ബോധം, ഇസ്ലാമിക മര്യാദ, ഇസ്ലാമികമായ അച്ചടക്കം അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക എന്നതാണ് നൽകുന്ന സമ്മാനങ്ങളിൽ ഏറ്റവും വലിയ സമ്മാനമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ആ സമ്മാനം നൽകാൻ പറ്റണം. നമ്മൾ നമ്മളെ കുറിച്ച് ആലോചിക്കണം. മക്കൾക്ക് അല്ലാഹുവിനെ കുറിച്ചുള്ള ബോധം നൽകേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണെങ്കിൽ അതിനുവേണ്ടി എത്രത്തോളം നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്, എത്രത്തോളം നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. മക്കളെ മദ്രസയിൽ പറഞ്ഞേക്കാൻ, മക്കളെ സ്കൂൾ ഓഫ് ഖുർആനിൽ ചേർക്കാൻ, മക്കൾക്ക് ദീനിയായിട്ട് പഠിക്കാനുള്ള സാഹചര്യങ്ങൾ ഉപയോഗപ്പെടുത്തി കൊടുക്കാൻ എത്രത്തോളം നമ്മൾ ശ്രമിക്കുന്നുണ്ട് എന്നത് നമ്മൾ ആലോചിക്കണം. നമ്മുടെ മക്കൾ പഠിക്കുന്ന സ്ഥാപനത്തിൽ നമ്മൾ അറിയണം. ഹഖ് മനസ്സിലാക്കുന്ന, അല്ലാഹുവിനെ അറിയുന്ന, അല്ലാഹുവിന്റെ പ്രവാചകനെ അറിയുന്ന, അതനുസരിച്ച് ജീവിക്കുവാനുള്ള സാഹചര്യങ്ങളുള്ള സ്ഥാപനത്തിലാണോ നമ്മുടെ മക്കൾ പഠിക്കുന്നത് എന്ന് ചിന്തിക്കുവാൻ നമുക്ക് പറ്റണം. അത്തരം സാഹചര്യങ്ങളിലൂടെയാണോ അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? ആ സാഹചര്യങ്ങൾ ഉപയോഗപ്പെടുത്തി അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനെയും അനുസരിക്കുന്നവരായി അവർ മാറുന്നുണ്ടോ? മാതാവിനും പിതാവിനും നൽകേണ്ടുന്ന വില നൽകുന്നവരായി അവരുടെ ജീവിതത്തിൽ അവർ മാറുന്നുണ്ടോ എന്ന് അവരുടെ ജീവിതത്തിലേക്ക് സൂക്ഷ്മ പരിശോധന നടത്തി നമുക്ക് ഓരോരുത്തർക്കും കണ്ടെത്താൻ പറ്റണം. വീഴ്ചകളുണ്ടെങ്കിൽ തിരുത്തി കൊടുക്കാൻ നമുക്ക് പറ്റണം. അവർ ചെറിയ കുട്ടികളായി പിന്നീട് വളർന്നു വന്നപ്പോ അവർ നടക്കാൻ പഠിച്ചപ്പോ പലപ്പോഴും വീണു പോയിട്ടുണ്ട്. അവരെ ആ വീഴ്ചയിൽ നമ്മൾ ഉയർത്തി വീണ്ടും നടക്കാൻ പ്രോത്സാഹിപ്പിച്ച നമ്മൾ അവരിൽ നിന്ന് നടക്കാനും ഓടാനും ചാടാനും കഴിയുന്നവരായി മാറിയെങ്കിൽ ഇപ്രകാരം സ്വഭാവത്തിലും ദൂഷ്യങ്ങൾ ഉണ്ടാവാം. ആ സ്വഭാവ ദൂഷ്യങ്ങളെ പറഞ്ഞ് ശരിപ്പെടുത്തി സൽസ്വഭാവം കാണുമ്പോൾ പ്രോത്സാഹിപ്പിച്ച് അവരെ കൂടുതൽ ഉയർത്തിക്കൊണ്ടുവരാനും ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ഗൗരവത്തോടുകൂടെയാണ് ഇക്കാര്യം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. മാത്രമല്ല, സ്നേഹം കൊണ്ടും അതേപോലെ തന്നെ അവരോടുള്ള നല്ല പെരുമാറ്റം കൊണ്ടും നല്ല വാക്കുകൾ കൊണ്ടും ഉപദേശിക്കുവാനും ഇസ്ലാം നമുക്ക് നിർദ്ദേശം നൽകിയതായി കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തന്നെ പറയുന്നുണ്ട്, വഅ്മുർ അഹ്ലക ബിസ്സലാത്ത് വസ്തബിർ അലൈഹാ. വഅ്മുർ അഹ്ലക ബിസ്സലാത്ത്. പ്രവാചകരെ, നിങ്ങൾ കുടുംബത്തോട് നമസ്കാരം കൊണ്ട് കൽപ്പിക്കുക. നമസ്കാരം കൊണ്ട് കൽപ്പിക്കുക എന്ന് മാത്രമല്ല പറഞ്ഞത്, വസ്തബിർ അലൈഹാ. നിങ്ങൾ അതിന്റെ മേൽ അങ്ങേയറ്റം ക്ഷമിക്കുകയും ചെയ്യുക. ഇസ്ബിർ എന്ന് പറഞ്ഞാൽ ക്ഷമിക്കുക, ഇസ്ബിർ താങ്കൾ ക്ഷമിക്കുക. അതിനേക്കാൾ അക്ഷരങ്ങൾ കൂടുതലാണ് ഇസ്തബിർ എന്ന് പറയുമ്പോൾ. അറബി ഭാഷാ നിയമപ്രകാരം അതിനെ കുറിച്ച് പറയുന്നത് സിയാദത്തുൽ മബ്ന സിയാദത്തുൽ മഅന. പദങ്ങളിൽ അക്ഷരങ്ങൾ കൂടുന്നതിനനുസരിച്ച് അതിന്റെ അർത്ഥത്തിലും വ്യത്യാസം ഉണ്ടാകും. ഇസ്ബിർ എന്ന് പറഞ്ഞാൽ താങ്കൾ ക്ഷമിക്കുക എന്നാണ് അർത്ഥം. ഇസ്തബിർ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം നിങ്ങൾ ക്ഷമിക്കുക എന്നർത്ഥം. കുടുംബത്തോട് നമസ്കാരം കൊണ്ട് കൽപ്പിക്കണം, നിങ്ങൾ അങ്ങേയറ്റം ക്ഷമിക്കുകയും ചെയ്യണമെന്ന് പറയുമ്പോ കുടുംബത്തോട് നമസ്കാരം കൊണ്ട് കൽപ്പിച്ച് അവർ ആ ഒരു റൂട്ടിലേക്ക് എത്തിച്ചേരണമെങ്കിൽ അങ്ങേയറ്റത്തെ പരിശ്രമവും ശക്തമായ ക്ഷമയും ഉണ്ടായിരിക്കണമെന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി ബോധ്യപ്പെടുത്തുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമല്ല, നല്ല മാതാവും പിതാവും ആകണമെന്ന് ആഗ്രഹിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കേണ്ടതാണ്. നമസ്കാരം കൊണ്ട് ഉപദേശിച്ചു കൊണ്ടേയിരിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, മക്കൾക്ക് 7 വയസ്സ് പ്രായമായാൽ മക്കളോട് നമസ്കാരം കൊണ്ട് കൽപ്പിക്കണം. 10 വയസ്സായാൽ നമസ്കരിച്ചിട്ടില്ലെങ്കിൽ അടിക്കുകയും ചെയ്യണം. ആലോചിക്കുക, ഈ 3 വർഷം 7 മുതൽ 10 വരെയുള്ള ഈ 3 വർഷ കാലയളവിൽ ഓരോ ദിവസവും 5 നേരം എന്നോണം മക്കളെ സ്നേഹത്തോടെ നമ്മൾ ഉപദേശിക്കുന്നുവെങ്കിൽ തീർച്ചയായും 10 വയസ്സാകുമ്പോഴേക്ക് അവർ നമസ്കാരം ശീലിച്ചിട്ടുണ്ടാകും. നമസ്കാരം അവർ ശീലിച്ചിട്ടുണ്ടാകും. അടിക്കേണ്ടെന്ന് ആവശ്യം വരികയില്ല.
ഇനി ആവശ്യം വന്നെങ്കിൽ അപ്പോൾ അടുക്കുക എന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് നൽകിയ നിർദ്ദേശം. നല്ല മാതാവും പിതാവും നല്ല കാര്യങ്ങളെ മക്കളെ ശീലിപ്പിക്കാൻ വേണ്ടി വേണ്ട രൂപത്തിൽ സ്നേഹത്തോടെ പറയും. ചില കാര്യങ്ങൾ ദേഷ്യത്തോടെ പറയേണ്ടി വരും, ചില കാര്യങ്ങൾക്ക് ഒരുപക്ഷെ അടിക്കേണ്ടി വരും. അതൊക്കെ തഅദീബിന്റെ ഭാഗമായിരിക്കണം. അടി എന്ന് പറയുന്നത് രണ്ട് രൂപത്തിലുണ്ടെന്ന് പണ്ഡിതന്മാർ പറയുന്നു. ഒന്ന്, മക്കളെ മര്യാദ പഠിപ്പിക്കാൻ അടിക്കുക, മറ്റൊന്ന് ശിക്ഷയുടെ ഭാഗമായി അടിക്കുക. ആ അടി വേണ്ട. ഇവിടെ ഇസ്ലാം രക്ഷിതാക്കൾക്ക് നൽകുന്ന നിർദ്ദേശം അവരെ മര്യാദയുള്ളവരായി മാറാൻ, അച്ചടക്കമുള്ളവരായി മാറാൻ അവർക്ക് ചിലപ്പോൾ അടി കൊടുക്കേണ്ടി വരുന്നുവെങ്കിൽ അത് ചെയ്യേണ്ടി വരും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കളെ സ്നേഹത്തോടെ വളർത്തി. എന്നാൽ മക്കളല്ലേ എന്ന് കരുതി അരുതായ്മകൾ കാണുമ്പോ മൗനം പാലിച്ചിട്ടില്ല. ചില ആളുകളുണ്ട്, തെറ്റ് ചെയ്തിട്ട് മക്കളാകുമ്പോ അത് ചെറിയ കുട്ടിയല്ലേ എന്ന് പറഞ്ഞിട്ട് അവരെ അവഗണിച്ചു വിടും. പല അറബികളെ കുറിച്ചും അങ്ങനെ കേൾക്കാറുണ്ട്. എന്ത്, മക്കളെ നന്നായി സംരക്ഷിക്കുന്ന, വളരെയേറെ ശ്രദ്ധിക്കുന്ന എത്രയോ ആളുകൾ. ചില ആളുകൾ മക്കൾ എന്തെങ്കിലും അപകടം, എന്തെങ്കിലും കുരുത്തക്കേട് ഒപ്പിച്ചാലും മറ്റുള്ളവരുടെ കാലിന്റെ ചില്ലത്തകൾ പൊറിഞ്ഞു പൊട്ടിക്കും. അപ്പോൾ പിതാവിനോട് പോയിട്ട് പരാതി പറഞ്ഞാൽ പറയും, അവൻ ചെറിയ കുട്ടിയല്ലേ. അതല്ലാതെ ആ കുട്ടിയെ വിളിച്ചിട്ടൊന്ന് ഉപദേശിക്കാൻ പോലും ശ്രദ്ധിക്കാത്ത ആളുകളുണ്ടെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ? ഏതാണെങ്കിലും തെറ്റ് കാണുമ്പോ മക്കളോട് അതിന്റെ ഗൗരവത്തോടു കൂടെ തന്നെ ഉപദേശിക്കുവാൻ സാധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചുകൊണ്ടിരിക്കെ പേരമക്കളെ പിരടിയിൽ കയറ്റിയിരുത്തിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുമ്പോ പേരമക്കൾ കഴുത്തിൽ കയറിയിരിക്കും, പേരടിയിൽ കയറിയിരിക്കും. നമസ്കരിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കളെ എടുത്ത് നമസ്കരിച്ചിട്ടുണ്ട്. അതും ഇമാമ് നിൽക്കുന്ന സമയത്ത്. സഹാബത്തിന് ഇമാമ് നിൽക്കുമ്പോ കുട്ടിയെ എടുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചിട്ടുണ്ട്. ഒരിക്കൽ മിമ്പറിൽ വെച്ച് ഖുതുബ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് തന്റെ ഒരു പേരക്കുട്ടി ഇങ്ങനെ വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ നിന്ന് ഇറങ്ങിച്ചെന്ന് ആ കുട്ടിയെ എടുത്തുകൊണ്ടുവരികയാണ്. നോക്കൂ, എത്ര ഗൗരവത്തോടു കൂടെയാണ് ഖുതുബ നിർവഹിക്കുന്നത്. അവിടെയാണെങ്കിലും ശരി, ആ മക്കളോട് കാണിക്കുന്ന സ്നേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്നേഹം കാണിക്കുന്നുണ്ടെങ്കിലും ശരി, കുട്ടികളിൽ നിന്ന് വീഴ്ചകൾ കാണുമ്പോ അത് വീഴ്ചയായി കാണാനും തിരുത്തുവാനും സാധിക്കണം. മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടിയാണ്. ഹസൻ റളിയല്ലാഹു അൻഹു സകാത്തിന്റെ വിഹിതത്തിൽ നിന്ന് ഒരു ഈത്തപ്പഴം വായിലിട്ട് കടിച്ചപ്പോ അത് കുട്ടിയല്ലേ എന്ന് വിചാരിച്ചില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും കുടുംബത്തിനും സകാത്ത് അനുവദിക്കപ്പെട്ടതല്ല, സകാത്തിന്റെ സമ്പത്ത് അനുവദിക്കപ്പെട്ടതല്ല. അത് മനസ്സിലാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ വായിൽ കൈയിട്ട് ആ ഈത്തപ്പഴം എടുത്തിട്ട് പുറത്തേക്ക് കളഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അമാ ശഅർത അന്നാ ലാ നഅകുലു സദഖ, സകാത്തിന്റെ സമ്പത്ത് നമുക്ക് കഴിക്കാൻ പറ്റില്ല എന്നറിയില്ല മോനെ എന്ന് പറഞ്ഞ് വായിൽ കൈയിട്ട് ആ ഹറാമിന്റെ ഈത്തപ്പഴം പുറത്തേക്ക് കളഞ്ഞു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മകനെ ബോധ്യപ്പെടുത്തുന്നു. നമസ്കരിക്കുമ്പോഴാണെങ്കിലും എടുത്തു നമസ്കരിച്ച് സ്നേഹപ്രകടനം നടത്തി. മിമ്പറിൽ വെച്ചുകൊണ്ട് കുട്ടി വരുന്നത് കാണുമ്പോ ഇറങ്ങിച്ചതുകൊണ്ട് എടുത്തുകൊണ്ട് ആ സ്നേഹം കാണിച്ച പ്രവാചകൻ തെറ്റ് കണ്ടപ്പോ മോനത് തെറ്റാണെന്ന് ബോധ്യപ്പെടുത്താനും സ്പോട്ടിൽ അത് നുള്ളിക്കളയാനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ച ശ്രദ്ധ നല്ല മാതാവും പിതാവും ആകണമെന്ന് ആഗ്രഹിക്കുന്ന ഓരോ മാതാവിന്റെയും പിതാവിന്റെയും ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട കാര്യമാണ്. മറ്റൊന്ന്, നല്ല മാതാവും പിതാവും ആഗ്രഹിക്കാൻ ഉദ്ദേശിക്കുന്നവർ ചെയ്യേണ്ടത്, മക്കൾ ഏത് സ്വഭാവത്തിൽ വളർന്നു വരണോ ആ സ്വഭാവത്തിൽ മാതാപിതാക്കളായി തീരണം. രക്ഷിതാക്കൾ അവർക്ക് മാതൃകയായിരിക്കണം എന്നർത്ഥം. മക്കളോട് ഉപദേശിക്കുന്ന കാര്യങ്ങൾ സ്വന്തം ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. മക്കളോട് ചെയ്യണമെന്ന് പറയുന്ന കാര്യങ്ങളെ ജീവിതത്തിൽ ഇല്ലാതെ സൂക്ഷിക്കുവാൻ അവർക്ക് സാധിക്കേണ്ടതുണ്ട്. നേരത്തെ വീട്ടിലെത്താൻ പറ്റണം. എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ ജോലിക്ക് പോവാൻ, ജോലി കഴിഞ്ഞ് ഉടനെ വീട്ടിലെത്തുക. ബാക്കി സമയം ഭാര്യയുടെയും മക്കളുടെയും മാതാപിതാക്കളുടെയും കൂടെ ചെലവഴിക്കാൻ പറ്റണം. ചില ആളുകളുണ്ടാവും ജോലി കഴിഞ്ഞാലും ഫ്രണ്ട്സിന്റെ കൂടെ കറങ്ങി നടക്കും. അങ്ങനെയാണെങ്കിൽ നല്ലൊരു മാതാവാകാൻ, നല്ല പിതാവാകാൻ അവർക്ക് സാധിച്ചിട്ടില്ല. മക്കളുടെ കൂടെ സമയം ചെലവഴിക്കാൻ, അവരുടെ കൂടെ ഇരുന്ന് സംസാരിക്കാൻ, അവർക്ക് നമ്മളുമായുള്ള ബന്ധം രൂഢമൂലമാകാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കണം. ഞാനൊരു വ്യക്തിയെ പരിചയപ്പെട്ടു. ആ വ്യക്തിയുമായി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ അദ്ദേഹം പറയാം, ഞാൻ എന്റെ ഉപ്പാന്റെ മുഖത്ത് നോക്കിയിട്ട് ഉപ്പ
ഉപ്പാന്ന് വിളിച്ച കാലം എനിക്ക് ഓർമ്മയില്ല. ഞാൻ എവിടെയെങ്കിലും ഇരിക്കുകയാണെങ്കിൽ ഉപ്പ അങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ നീറ്റ് പോകും. ഒരു ഗ്യാപ്പ് അവർക്കിടയിൽ സംഭവിച്ചു. എനിക്ക് ഉപ്പയുടെ ഒരു ഉറപ്പില്ല, ഒരു ഉറപ്പ് എനിക്കൊന്നും ഉപ്പാനോടില്ല. പക്ഷേ ഒരു ഗ്യാപ്പ് സംഭവിച്ചു പോയി. എവിടെയാണ് സംഭവിച്ചു പോയത്? അതിന്റെ കാരണം നമ്മൾ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുന്നില്ല. നമ്മൾ ഫ്രണ്ട്സിന്റെ കൂടെ കറങ്ങി നടക്കുന്നു. മക്കളുടെ കൂടെ ഇരിക്കാനും സംസാരിക്കാനും ഉപ്പ എന്ന് വിളിക്കുവാനുള്ള അവസരം അവർക്ക് നഷ്ടപ്പെട്ടു പോകുന്നതിലൂടെയാണ് ഈ ഒരു ഗ്യാപ്പ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് സംഭവിക്കുന്നതോടുകൂടി നമ്മൾ നല്ല പിതാവിന്റെ സ്ഥാനത്ത് നിന്ന് മാറിപ്പോകുന്നുണ്ടോ എന്ന് സഗൗരവം നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. വീട്ടിലേക്ക് നേരത്തെ എത്തുക എന്ന് മാത്രമല്ല, എത്തിക്കഴിഞ്ഞാൽ പിന്നെ പലരും സോഷ്യൽ മീഡിയയിലായിരിക്കും. വീട്ടിലെത്തി കുടുംബത്തിന്റെ കൂടെ ചെലവഴിക്കേണ്ട സമയം, അവരോട് സംസാരിച്ച് അവരെ സന്തോഷിപ്പിക്കേണ്ട സമയം സോഷ്യൽ മീഡിയയിലായിരിക്കും. ഇതിനർത്ഥം ഫോൺ എടുക്കണ്ട എന്നല്ല, അനിവാര്യമായ കാര്യങ്ങളും സാഹചര്യങ്ങളും ഉണ്ടാകാം. എന്നാൽ ഓരോരുത്തരും ചിന്തിക്കണം, ഈ സമയം എന്റെ ഭാര്യക്ക്, എന്റെ മാതാപിതാക്കൾക്ക്, എന്റെ മക്കൾക്ക് നൽകാൻ എനിക്ക് സാധിക്കുമോ? അതല്ല, അതിനേക്കാൾ പ്രാധാന്യമുള്ളതാണോ ഞാനിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്ന കാര്യമെന്ന് ഓരോരുത്തർക്കും ആലോചിക്കുവാൻ സാധിക്കേണ്ടതുണ്ട്. ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിൽ എങ്ങനെയാണ് നമ്മൾ പെരുമാറുന്നത്, എങ്ങനെയാണ് നമ്മൾ ജീവിക്കുന്നത്, ആ രൂപത്തിലായിരിക്കും നമ്മുടെ മക്കൾ വളർന്നു വരിക. ഭാര്യയും ഭർത്താവും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തെറി വിളിക്കുന്നവരാണ് എങ്കിൽ അവിടുന്ന് പുറത്തു വരുന്ന മക്കളും ആ തെറിവാക്കുകൾ പഠിച്ചവരും അത് പ്രയോഗിക്കാൻ പരിശീലിച്ചവരുമായിരിക്കും. പണ്ഡിതന്മാര് പറയുന്നുണ്ട്, അൽ അബ്നാഉ സിർറു അബീ, അൽ അബ്നാഉ സിർറു അബീ. മക്കൾ പിതാവിന്റെ സ്വകാര്യതയാണ്. മക്കൾ പിതാവിന്റെ സ്വകാര്യതയാണ്. അതെ, ആ പിതാവ് വീട്ടിൽ മാന്യനായ സ്വഭാവമുള്ള വ്യക്തിയാണെങ്കിൽ ആ മാന്യതയുടെ സ്വകാര്യത ആ കുട്ടിയുടെ പുറത്തു കാണും. ആളുകൾക്കിടയിൽ മാന്യത ചമഞ്ഞ് വീട്ടിൽ മോശമായി പെരുമാറുന്ന പിതാവാണ് എങ്കിൽ ആ പിതാവിന്റെ സ്വകാര്യത ഈ മകനിലൂടെ പുറത്തു വരും. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, അൽ അബ്നാഉ സിർറു അബീ. മക്കൾ പിതാവിന്റെ സ്വകാര്യതയാണ്. ആ പിതാവിന്റെ സ്വഭാവത്തെ കൃത്യമായി ആ മക്കളിലൂടെ പുറത്തു കാണുമെന്ന് മക്കളുടെ വിഷയത്തിൽ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് ജീവിതത്തിൽ നല്ല മാതാവും പിതാവുമാകുവാൻ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ നമുക്കതിനുള്ള ഉത്തരവാദിത്തങ്ങൾ, മക്കൾ നന്നായി വരാൻ നമ്മൾ ചെയ്യേണ്ടുന്ന ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നവരായി നമുക്ക് മാറാൻ പറ്റണം. മഹാനായ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നുണ്ട്, അല്ലിമു ഔലാദകും അസ്സദ്ഖ്. നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് സത്യസന്ധത പഠിപ്പിക്കണം. ബിൽ ഖൗലി വൽ ഫിഅൽ. വാക്കിലും പ്രവൃത്തിയിലുമുള്ള സത്യസന്ധത നിങ്ങൾ പാലിക്കണം. അത് മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. ഫഇദാ ഹദ്ദത്തുമുഹും. നിങ്ങൾ അവരോട് വല്ല കാര്യവും സംസാരിക്കുന്നുവെങ്കിൽ ഫലാ തുകദ്ദിബു അലൈഹിം. അവരോട് നിങ്ങൾ ഒരിക്കലും കളവ് പറയരുത്. വഇദാ വഅദ്തുമുഹും. നിങ്ങൾ മക്കൾക്ക് എന്തെങ്കിലും വാഗ്ദാനം നൽകിയിട്ടുണ്ടെങ്കിൽ ഫലാ തുഖാരിഫു വഅദകും. നിങ്ങൾ അവരോട് നടത്തിയ വാഗ്ദാനം നിങ്ങൾ ലംഘിക്കരുത്. പഠിപ്പിക്കുന്നത് ഒരു നല്ല പിതാവാണോ മക്കളോട്, ചെറിയ മക്കളോടാണെങ്കിലും ശരി, കളവ് പറയില്ല. തമാശയിലാണെങ്കിൽ പോലും മക്കളോട് കളവ് പറയില്ല. മക്കളോട് എന്തെങ്കിലും വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ അതവർ പൂർത്തീകരിക്കുന്നവരായിരിക്കുമെന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ചിലരൊക്കെ ഉണ്ട്, നീ ഭക്ഷണം കഴിച്ചാൽ നിനക്ക് ഇന്നത് വാങ്ങിച്ചരാം, അത് വാങ്ങിച്ചരാം, നീ നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് കിട്ടി കഴിഞ്ഞാൽ അത് വാങ്ങിച്ചരാം, ഇത് വാങ്ങിച്ചരാം എന്നൊക്കെ പറയും. പക്ഷെ വാങ്ങിച്ചു കൊടുക്കുന്നില്ല. മക്കളല്ല, അതൊക്കെ അവൻ മറന്നോളൂ എന്ന് വിചാരിക്കും. അത് അവൻ മറന്നാലും റബ്ബിന്റെ രേഖയിൽ ഉണ്ടാകും. ഒരു നല്ല പിതാവ് എന്ന നിലക്ക്, നല്ല മാതാവ് എന്ന നിലക്ക് നമ്മുടെ മക്കളോട് നമ്മൾ ചെയ്യുന്നതായ വാഗ്ദാനങ്ങൾ കൃത്യമായി നിറവേറ്റാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. സത്യസന്ധത പഠിപ്പിക്കണം മക്കളെ. അതുകൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ മഹാനായ ശൈഖ് മുഹിയുദ്ദീൻ ശൈഖ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും. മുഹിയുദ്ദീൻ ശൈഖ് റഹിമഹുല്ലാഹയെ അദ്ദേഹത്തിന്റെ മാതാവ് ഒരു കച്ചവട സംഘത്തിന്റെ കൂടെ പഠിക്കാൻ പറഞ്ഞേക്കാണ്. ആ കച്ചവട സംഘത്തെ ഒരു കൊള്ള സംഘം വഴിയിൽ വെച്ച് പിടികൂടുന്നു. ആ കൊള്ള സംഘത്തിലുള്ളവർ ഈ കച്ചവടക്കാരുടെ കയ്യിലുണ്ടായ സമ്പത്ത് മുഴുവനും തട്ടിയെടുത്തു. അവസാനം അവർ മുഹിയുദ്ദീൻ ശൈഖ് റഹിമഹുല്ലാഹയുടെ അടുത്തെത്തി. മുഹിയുദ്ദീൻ ശൈഖ് റഹിമഹുല്ലാഹ് എന്ന ചെറിയ കുട്ടിയാണ്. എന്നിട്ട് മുഹിയുദ്ദീൻ ശൈഖ് റഹിമഹുല്ലാഹയോട് പറഞ്ഞു, നിന്റെ അടുത്ത് വല്ല കാശുണ്ടോ? അപ്പൊ പറഞ്ഞു, അതേ കാശുണ്ട്. എവിടെയാ? എന്റെ വസ്ത്രത്തിന്റെ ഇന്ന ഭാഗത്തുണ്ട്. ആ കാശ് എടുക്കൂ എന്ന് പറഞ്ഞപ്പോ മുഹിയുദ്ദീൻ ശൈഖ് റഹിമഹുല്ലാഹ് ആ കാശ് നേരെ എടുത്ത് കൊള്ളക്കാരെ ഏൽപ്പിച്ചു.
ഈ കൊള്ളക്കാരൻ വിചാരിച്ചു മറ്റുള്ളവരൊക്കെ പരമാവധി തരാതിരിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോ കാശുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എടുത്തു തരാൻ പറഞ്ഞപ്പോ എടുത്തു തരുന്നത് ഈ കുട്ടിയുടെ ഒരു സത്യസന്ധത. എന്നിട്ട് ചോദിച്ചു പോലെ നീ ഇങ്ങനെ ചെയ്യാനുള്ള കാരണം എന്താണ്? ആ സമയത്ത് ശൈഖ് ജീലാനി റഹിമഹുല്ലാഹ് പറഞ്ഞത്രേ, എന്റെ ഉമ്മ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് ഒരിക്കലും കള്ളം പറയരുത്, സത്യമേ പറയാവൂ എന്ന് എന്റെ ഉമ്മ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അത് പറയാൻ കാരണമെന്ന് ശൈഖ് ജീലാനി റഹിമഹുല്ലാഹ് പറഞ്ഞപ്പോ ഇത് കേട്ടു ഈ കൊള്ളക്കാരായ ആളുകളുടെ മനസ്സിൽ പരിവർത്തനമുണ്ടായി. അവിടെ വെച്ച് അവർ ഇസ്ലാം സ്വീകരിച്ച ചരിത്രമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. സത്യസന്ധന മക്കളെ പഠിപ്പിക്കുമ്പോ അതിലൂടെ ലഭിക്കുന്ന നേട്ടം എത്രത്തോളമാണ്. ജീവിതത്തിൽ അവർ നമ്മളെ വഞ്ചിക്കുകയില്ല, അവർ നമ്മളെ പറ്റിക്കുകയില്ല. സത്യസന്ധത നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തവരായിരിക്കണം. മറ്റുള്ളവരുടെ ഒരു നയാ പൈസ പോലും കയ്യിലാക്കരുത് എന്ന് നമ്മൾ തീർച്ചപ്പെടുന്നതോടൊപ്പം നമ്മൾ നല്ല മാതാപിതാക്കളാകാൻ ആഗ്രഹിക്കുമ്പോ നമ്മുടെ മക്കൾക്കും ആ ഒരു ബോധമുണ്ടാകുന്നതിന് ആവശ്യമായ കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ചീത്ത കൂട്ടുകെട്ടിൽ നിന്നും നമ്മുടെ മക്കളെ സംരക്ഷിക്കാൻ നമുക്ക് പറ്റണം. ആൺകുട്ടികളാകട്ടെ പെൺകുട്ടികളാകട്ടെ അവരെ മോശപ്പെട്ട കൂട്ടുകെട്ടിൽ നിന്നും മാറ്റി യഥാർത്ഥത്തിൽ അല്ലാഹുവിനെ ഭയപ്പെടുന്നവരുടെ കൂടെ കൂട്ടുകൂടുന്ന സാഹചര്യത്തിലേക്ക് എത്തിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിന് നമ്മുടെ കൂട്ടായ്മയുടെ കീഴിൽ തന്നെ ഒരുപാട് സംവിധാനങ്ങളുണ്ട്. മക്കൾക്ക് ദീൻ പഠിക്കുന്ന സ്ഥാപനങ്ങളിൽ ചേർത്തുകൊണ്ട് അവിടെ നിന്നുള്ള ഫ്രണ്ട്സിനെ സ്വീകരിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. നമുക്ക് മുമ്പേ മദ്രസകളുണ്ട്. ആ മദ്രസയിൽ നമ്മുടെ മക്കളെ പഠിപ്പിക്കുമ്പോ ആ മദ്രസയിൽ നിന്നുള്ള ഫ്രണ്ട്സുകളായിരിക്കും അവർക്ക് ഉണ്ടാവുക. സ്കൂൾ ഓഫ് ഖുർആനിൽ നമ്മുടെ മക്കളെ നമ്മൾ ചേർക്കുകയാണെങ്കിൽ നമ്മുടെ മക്കൾ സ്കൂൾ ഓഫ് ഖുർആനിൽ പഠിക്കുന്ന അല്ലാഹുവിന്റെ കലാം പഠിക്കുന്നവരായിരിക്കും. ഇസ്ലാമിക ശിക്ഷണമുള്ള സ്ഥലങ്ങളിലും സ്ഥാപനങ്ങളിലും നമ്മുടെ മക്കളെ നമ്മൾ ചേർക്കുമ്പോ നമ്മുടെ മക്കളുടെ ഫ്രണ്ട്സ് ആ സാഹചര്യത്തിൽ വളർന്നു വരുന്നവരായിരിക്കും. അതല്ലാതെ ജീവിതത്തിന്റെ ലക്ഷ്യബോധം നഷ്ടപ്പെട്ട് ഭൗതികതയിൽ ലയിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന അത്തരം മക്കൾ വളർന്നു വരുന്ന സ്ഥാപനത്തിലാണ് നമ്മുടെ മക്കളും വളരുന്നെങ്കിൽ നമ്മുടെ മക്കളുടെ കൂട്ടുകെട്ടും ആ സാഹചര്യത്തിലുള്ളതായിരിക്കും. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്ന് അർറജുലു അലാ ദീനി ഖലീലിഹി, ഒരു വ്യക്തി തന്റെ കൂട്ടുകാരന്റെ മതത്തിലായിരിക്കും. തന്റെ കൂട്ടുകാരൻ ഏത് ചിന്താഗതിക്കാരനാണോ ആ ചിന്താഗതിയിലേക്കായിരിക്കും ഈ വ്യക്തിയും പോവുക. അവൻ മയക്കുമരുന്നിന് അഡിക്റ്റാണോ സ്വാഭാവികമായും ഈ കുട്ടികളെ മുതൽ അഡിക്റ്റായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ജീവിതത്തിൽ മക്കൾക്ക് ആവശ്യമായ ദീനീ ബോധം ലഭിക്കുവാൻ, ദീനീ ചിട്ടയുള്ള സുഹൃത്തുക്കൾ അവർക്ക് ലഭിക്കുവാൻ ആവശ്യമായ കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. മഹാനായ ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നുണ്ട്, വഖദ് കാന സലഫ്, മുൻഗാമികളായ ആളുകളായിരുന്നു, ഇദാ നശഅ അഹദിഹിം വലദ്, അക്കൂട്ടത്തിൽ അവരുടെ കൂട്ടത്തിൽ ഒരാൾക്ക് ഒരു കുഞ്ഞ് ജനിച്ചാൽ ശഗ്ഗലുഹു ബിഹിഫ്ദിൽ ഖുർആൻ, ഖുർആൻ മനപ്പാഠമാക്കാൻ വേണ്ടി അവർ ആ മക്കളെ ചേർക്കും. മക്കൾ ഉണ്ടായി കഴിഞ്ഞാൽ അവർ ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഖുർആൻ പഠിപ്പിക്കും അവരെ. ആ കുട്ടികൾ ഖുർആൻ മനപ്പാഠമാക്കുന്ന അവസ്ഥയുണ്ടാക്കും. വസിമാഇൽ ഹദീസ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ കേൾക്കുന്ന സാഹചര്യം അവർക്ക് ഉണ്ടാക്കി കൊടുക്കും. അതിലൂടെ വയസ്ബുതുൽ ഈമാന ഫീ ഖൽബി, ആ കുട്ടിയുടെ മനസ്സിൽ ഈമാൻ രൂഢമൂലമാകും. അങ്ങനെയാണ് മുൻഗാമികളായ ആളുകൾ ചെയ്തിരുന്നത് എന്ന് നമുക്ക് ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹിയുടെ വചനത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അംർ ഇബ്നു ഹബീബ് റഹിമഹുല്ലാഹ് അദ്ദേഹം വസിയത്ത് ചെയ്യുന്നതായി നമുക്ക് കാണാൻ പറ്റും. അദ്ദേഹത്തിന്റെ മകനോട് അദ്ദേഹം നൽകുന്ന വസിയത്ത് ഫഖാല, അദ്ദേഹം പറയാൻ, ഇയ്യാകും വമുജാലസത്തു സുബ്ഹാ, വിഡ്ഢികളുമായി വിവരമില്ലാത്തവരുമായി പരലോകബോധമില്ലാത്തവരുമായി കൂട്ടുകെട്ടുന്നതിന് നിങ്ങൾ സൂക്ഷിക്കണം. ഫഇന്ന മുജാലസതുഹും ദഅൻ, അവരുമായുള്ള കൂട്ടുകെട്ട് അത് രോഗമാണ് എന്ന് കൃത്യമായി നമുക്ക് മുമ്പിൽ അദ്ദേഹം ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ മക്കൾക്കും ഈ ബോധം നൽകാൻ നമുക്ക് പറ്റണം. മോശപ്പെട്ടവരുമായുള്ള കൂട്ടുകെട്ട് അത് ജീവിതത്തിൽ വ്യക്തിയുടെ സ്വഭാവത്തിൽ പല അസുഖങ്ങളും ഉണ്ടാക്കുമെന്നതാണ് നമുക്ക് ബോധ്യപ്പെടുത്തിയിരുന്നത്. അപ്പോ നല്ല മാതാവും പിതാവും ആകുവാൻ ആഗ്രഹിക്കുന്ന നമ്മൾ മക്കൾക്ക് നല്ല കൂട്ടുകെട്ട് തിരഞ്ഞെടുക്കാൻ വേണ്ടി ശീലിക്കേണ്ടതുണ്ട്. മാത്രമല്ല മഹാനായ ഇമാം സഅദി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നുണ്ട്, സ്വലാഹുൽ വാലിദൈനി ബിൽ ഇൽമി വൽ അമൽ മിൻ അഅ്ളമിൽ അസ്ബാബി സ്വലാഹി ഔലാദിഹിം, മാതാപിതാക്കൾ
നല്ലവരായി ജീവിക്കുമ്പോൾ, വിശ്വാസ സ്വഭാവ സംസ്കാര കാര്യങ്ങളിൽ നല്ലവരായി ജീവിക്കുക എന്നതാണ് മക്കളും ആ രൂപത്തിൽ വളരണമെങ്കിൽ ഉണ്ടായിരിക്കേണ്ട പ്രഥമമായ കാര്യമെന്ന് മഹാനായ ഇമാം സഅദി റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്. നല്ല മാതാപിതാക്കളാവെന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനം ജീവിതം കൊണ്ട് മക്കളെ ഉപദേശിക്കാൻ പറ്റണം. ജീവിതം കൊണ്ട് മക്കളെ ഉപദേശിക്കാൻ പറ്റണം. അതെനിക്ക് സെൻസറി കോളേജിൽ ഒരു ദിവസം ക്ലാസ്സിൽ ചെന്നിട്ട് കുട്ടികളോട് പറഞ്ഞു, ഞാൻ മുമ്പ് സൂചിപ്പിച്ചതാണ്, കുട്ടികളോട് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ജീവിതത്തിൽ ഏറെ സ്വാധീനിച്ച ആളുകൾ ആരൊക്കെയാണെന്നും എന്തൊക്കെയാണ് അവർ നിങ്ങൾക്ക് സ്വാധീനമുണ്ടായെന്നും എഴുതരാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ പല കുട്ടികളും എഴുതുന്നത് അവരുടെ പിതാവിന്റെ സൽസ്വഭാവങ്ങളെ കുറിച്ചാണ്, മാതാവിന്റെ സൽസ്വഭാവങ്ങളെ കുറിച്ചാണ് പറഞ്ഞു വന്നത്. പിതാവിന്റെയും മാതാവിന്റെയും സൽഗുണങ്ങൾ മക്കളിൽ സ്വാധീനമുണ്ടാക്കും. അത് കണ്ടും പഠിച്ചും മനസ്സിലാക്കിയും മക്കൾ അതുവഴി വളർന്നു വരുമെന്നതാണ് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചിരുന്നത്, വിശുദ്ധ ഖുർആൻ നമുക്ക് ബോധ്യപ്പെടുത്തിയിരുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങൾ നമ്മെ അറിയിച്ചു തരുന്നത്. അതുകൊണ്ട് മക്കൾക്ക് നല്ല ശീലം ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് പറ്റണം. ജീവിതത്തിലൂടെ നല്ല ശീലം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക. നമ്മൾ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോഴാണെങ്കിൽ ആ ഭക്ഷണത്തിന്റെ കഴിക്കുന്ന സമയത്തുള്ള മര്യാദകൾ മക്കളുമായി പറഞ്ഞ് അവർക്കത് പഠിപ്പിച്ചു കൊടുക്കുക. നമ്മൾ വീട്ടിൽ ഭക്ഷണം കഴിക്കുമ്പോൾ വീട്ടിലല്ലേ അവർ ഇഷ്ടം പോലെ തിന്നോട്ടെ, ഇഷ്ടം പോലെ ഭക്ഷണം കഴിച്ചോട്ടെ, പാത്രത്തിന്റെ അവരവരുടെ ഭാഗത്ത് നിന്ന് കഴിക്കണമെന്ന മര്യാദ ഇസ്ലാം പഠിപ്പിച്ചെങ്കിൽ നമ്മുടെ വീട്ടിലല്ലേ അവർ ഇഷ്ടം പോലെ കഴിച്ചോട്ടെ എന്ന നിലയ്ക്ക് നമ്മൾ മക്കളെ പരിശീലിപ്പിച്ചാൽ മറ്റൊരു സ്ഥലത്ത് ചെല്ലുമ്പോഴും അവരിതായിരിക്കും ചെയ്യാം. നേരെ മറിച്ച് വീട്ടിലാണെങ്കിലും മോനെ അവരവന്റെ ഭാഗത്ത് നിന്ന് കഴിക്കണം, ബിസ്മി ചൊല്ലിട്ട് കഴിക്കണം, നമ്മൾ വലതു കൈ കൊണ്ട് കഴിക്കണം, ഭക്ഷണം കഴിക്കുമ്പോഴാണെങ്കിലും വെള്ളം കുടിക്കുമ്പോഴാണെങ്കിലും വലതു കൈ കൊണ്ടായിരിക്കണം. ഈ കാര്യം നമ്മുടെ മുമ്പിൽ ഭക്ഷണം കഴിക്കാനിരിക്കുന്ന നമ്മുടെ മക്കൾക്ക് നമ്മൾ ഉപദേശിച്ചു കൊടുക്കുകയും ജീവിതത്തിലൂടെ നമ്മളത് കാണിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മക്കൾ മറ്റു സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴും ഈ മര്യാദ അവർ കീപ്പ് ചെയ്യും. വസ്ത്രം ധരിക്കുന്ന സമയത്ത് അവർ പാലിക്കേണ്ട ചിട്ടകളെന്ന് മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ അവർക്ക് കീപ്പ് ചെയ്യും. മുതിർന്നവരെ ആദരിക്കാൻ നമ്മളുടെ ജീവിതത്തിലൂടെ നമ്മൾ അവരെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിലേക്ക് അത് കടന്നു വരും. സംസാരത്തിൽ നമ്മൾ കാണിക്കേണ്ട വിനയവും എളിമത്വവും നമ്മുടെ ജീവിതത്തിലൂടെ നമ്മുടെ മക്കൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിലേക്ക് അത് കടന്നു വരും. ഇങ്ങനെ ജീവിതത്തിൽ നമ്മളുടെ ജീവിതം കൊണ്ട് മക്കൾക്ക് ഉപദേശിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേശം എന്നതാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചിരുന്നത്. അതോടൊപ്പം കുട്ടികളോടൊപ്പം അവരിൽ ഒരാളായി മാറാൻ നമുക്ക് പറ്റണം. കളിക്കേണ്ടി വരുമ്പോ അവരുടെ കൂടെ ഇരുന്ന് കളിക്കാൻ, അവരുമായി സംസാരിച്ചിരിക്കാൻ നമുക്ക് സാധിക്കണം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെക്കാൾ തിരക്കുണ്ടായിരുന്ന പ്രവാചകനാണ്, നമ്മളെക്കാൾ തിരക്കുണ്ടായിരുന്ന വ്യക്തിത്വമാണ്. ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോലും തന്റെ കുടുംബത്തിന്റെ കൂടെ കളിച്ചിരുന്നു, മക്കളുടെ കൂടെ കളിച്ചിരുന്നുവെന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ജീവിതത്തിൽ അതിനൊക്കെ നമ്മൾ ശ്രദ്ധിക്കുമ്പോഴാണ് മക്കളുടെ സ്നേഹം നമുക്ക് ലഭിക്കുന്നതും മക്കൾക്ക് വേണ്ട സ്നേഹം അങ്ങോട്ട് കൊടുത്തവരായി നമ്മൾ മാറുന്നതും. മുൻഗാമികളുടെ ചരിത്രം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ പിതാവിന്റെയും മാതാവിന്റെയും ശ്രദ്ധയിലൂടെ വിജ്ഞാനത്തിന്റെ ഗോപുരങ്ങൾ പടുത്തുയർത്തിയ എത്രയോ പണ്ഡിതന്മാരെ നമുക്ക് കാണാൻ പറ്റും. വളരെ പ്രധാനിയാണ് മഹാനായ സുഫിയാൻ അസ്-സൗരി റഹിമഹുല്ലാഹ്. സുഫിയാൻ അസ്-സൗരി റഹിമഹുല്ലാഹ് അറിയപ്പെട്ട താബിഈ പണ്ഡിതനാണ്. അറബികൾക്കിടയിലെ കർമ്മശാസ്ത്രത്തിൽ അങ്ങേയറ്റത്തെ പാണ്ഡിത്യമുള്ള വ്യക്തിയാണ്. അവരിൽ ഹദീസ്, നിദാന ശാസ്ത്രത്തിലും ഹദീസിലുമൊക്കെ വലിയ പാണ്ഡിത്യം നേടിയ വ്യക്തിയാണ്. അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് അമീറുൽ മുഅ്മിനീന ഫിൽ ഹദീസ്. അക്കാലഘട്ടത്തിൽ ഹദീസ് പണ്ഡിതന്മാരുടെ അമീറാണ് അദ്ദേഹം എന്ന് അദ്ദേഹത്തെ കുറിച്ച് വിശേഷിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് വമാ കാന ദാലികൽ അലമു ശാമിഹ് ഇല്ലാ ദമറത ഉമ്മിൻ സാലിഹ. ഈ സുഫിയാൻ അസ്-സൗരി റഹിമഹുല്ലാഹ് ലോകം അറിയപ്പെടുന്ന പണ്ഡിതനായി മാറിയിട്ടുണ്ടെങ്കിൽ സ്വാലിഹത്തായ ഒരു ഉമ്മയുടെ വലിയ പരിശ്രമമാണ് അതിന്റെ പിന്നിലെന്ന് സുഫിയാൻ അസ്-സൗരി റഹിമഹുല്ലാഹുവിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. മാതാവ് കൃത്യമായി, പിതാവില്ലെങ്കിലും പിതാവ് നേരത്തെ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിലും മാതാവ് കൃത്യമായി തന്റെ മകൻ ഏത് രൂപത്തിൽ വളരണമെന്നുള്ള ലക്ഷ്യബോധത്തോടുകൂടെ മകനെ പഠിപ്പിച്ചു. അവരെ കുറിച്ച് പറയുന്നത് സുഫിയാൻ അസ്-സൗരി റഹിമഹുല്ലാഹുവിന്റെ ഉമ്മ
تعمل ജോലിക്ക് പോകും وتقدم له للتفريغ للعلم സുഫിയാൻ അൽ-സൗരി റഹിമഹുല്ലാഹ് അല്ലാഹുവിന്റെ ദീൻ പഠിക്കുവാനുള്ള സാഹചര്യത്തിന് വേണ്ടി ഒഴിഞ്ഞിരിക്കാൻ മകൻ ജോലിക്ക് പോണ്ട, നീ ഇരുന്ന് പഠിക്കൂ, അല്ലാഹുവിനെ മനസ്സിലാക്കൂ, അല്ലാഹുവിന്റെ റസൂലിനെ മനസ്സിലാക്കൂ, പരലോകത്തെ മനസ്സിലാക്കൂ എന്ന് പറഞ്ഞ് അല്ലാഹുവിന്റെ ദീൻ പഠിക്കാൻ വേണ്ടി മകനെ അതിനു വേണ്ടി മാറ്റി നിർത്തി ഉമ്മ ജോലിക്ക് പോയി കഷ്ടപ്പെട്ട് വളർത്തിയുണ്ടാക്കിയതാണ് മഹാനായ സുഫിയാൻ അൽ-സൗരി റഹിമഹുല്ലാഹ്. ലോകം അറിയപ്പെടുന്ന പണ്ഡിതനായി മാറി. അത് ഒരു സ്വാലിഹത്തായ ഉമ്മയുടെ പരിശ്രമത്തിന്റെ ഫലമാണത്. മാത്രമല്ല ആ ഉമ്മ സുഫിയാൻ അൽ-സൗരി റഹിമഹുല്ലാഹ് നൽകിയിരുന്ന ഉപദേശമായി കാണാൻ സാധിക്കും. യാ ബുനയ്യ ഇൻ കതബ്ത 10 അഹ്റൂഫ്, മോനെ നീ ഒരു 10 അക്ഷരം എഴുതിയാൽ, 10 അക്ഷരം എഴുതിയാൽ ഫൻദുർ, നീ നോക്കണം, ഹൽ തറാ ഫീ നഫ്സിക സിയാദത്തുൻ ഫീ ഖശ്യതിക, അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയപ്പാടിൽ നിനക്ക് വല്ല ആധിക്യവും സംഭവിച്ചിട്ടുണ്ടോ? നിന്റെ വിവേകത്തിൽ ഉയർച്ച വരുന്നുണ്ടോ? നിന്റെ കാര്യഗൗരവത്തിൽ നിനക്കൊരു പുരോഗതിയുണ്ടോ? നീ പരിശോധിക്കണം. നീ പഠിച്ച അറിവുകൊണ്ട് ഇപ്രകാരം അല്ലാഹുവിനോടുള്ള ഒരു ഭയവും കാര്യഗൗരവത്തിന്റെ വിഷയത്തിൽ ഒരു ശ്രദ്ധയും നിനക്ക് വരുന്നില്ല എങ്കിൽ നീ അറിയണം, ആ വിജ്ഞാനം നിനക്ക് ഗുണകരമായിരിക്കുകയില്ല, അത് നിനക്ക് ദോഷം വരുത്തുന്നതായിരിക്കും. എന്ത് പഠിക്കുന്നോ അതിനനുസരിച്ച് ജീവിതത്തിൽ അല്ലാഹുവിനോടൊരു ഭക്തി, അല്ലാഹുവിനോടുള്ള സൂക്ഷ്മത ഉണ്ടായിരിക്കേണ്ടതുണ്ട് എന്ന് ഉമ്മ മകൻ സുഫിയാൻ അൽ-സൗരി റഹിമഹുല്ലാഹ് ഉപദേശിക്കാറുണ്ടായിരുന്നുവെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇതേപോലെ തന്നെ ലോകമറിയപ്പെട്ട മറ്റൊരു പണ്ഡിതനാണ്, നമുക്കറിയാം, മഹാനായ ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ്. ഷാഫിഈ റഹിമഹുല്ലാഹ് ലോകമറിയപ്പെട്ട പണ്ഡിതനായി മാറിയെങ്കിൽ അതിനു പിന്നിലും ഒരു ത്യാഗോജ്ജലമായ ചരിത്രമുണ്ട്. അല്ലാഹുവിനെ ഭയപ്പെടുന്ന ഒരു ഉമ്മയുടെ വലിയ പരിശ്രമത്തിന്റെ ഫലമാണ് ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ ലോകമറിയപ്പെടുന്ന പണ്ഡിതനായി മാറിയതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ആരാണ് ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ്? ലോകമറിയപ്പെട്ടു, കർമ്മശാസ്ത്രത്തിൽ അറിയപ്പെട്ട പണ്ഡിതനാണ് അദ്ദേഹം. വിജ്ഞാനത്തിന്റെ സമുദ്രമെന്ന് ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹയെ കുറിച്ച് പറയുമ്പോൾ ഒരു വമ്പിച്ച, ഒരു മഹതിയായ ഒരു ഉമ്മയുടെ പരിശ്രമത്തിന്റെ ഫലമാണത്. ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് മാതാവിന്റെ ഗർഭാശയത്തിലായിരിക്കെ അല്ലെങ്കിൽ മുല കുടിക്കുന്ന പ്രായത്തിലായിരിക്കെ ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹയുടെ പിതാവ് മരണപ്പെട്ടു. പിന്നെ ആ മകനെ വളർത്തിയതും പഠിപ്പിച്ചതും അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തതും ഉമ്മയായിരുന്നു. ആ ഉമ്മയുടെ പരിശ്രമത്തിലൂടെ നല്ല ഒരു മാതാവായി ആ ഉമ്മ മാറിയതിന്റെ പേരിൽ ലോകമറിയപ്പെടുന്ന പണ്ഡിതനായി, അല്ലാഹുവിനെ ഭയപ്പെടുന്ന പണ്ഡിതനായി മഹാനായ ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് മാറാൻ സാധിച്ചുവെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇതൊക്കെ നമുക്ക് നൽകുന്ന പാഠം, നമ്മൾ മക്കൾക്ക് നൽകേണ്ടുന്ന ഉത്തരവാദിത്വം. ഒരു നല്ല പിതാവും നല്ല മാതാവും നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ മക്കൾക്ക് നമ്മൾ നൽകേണ്ടുന്ന കാര്യം എന്നതിനെ കുറിച്ച് അത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഭൗതികമായി ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുന്ന ജോലിയിലേക്ക് അവരെ എത്തിക്കുക എന്നതല്ല ഒരു നല്ല മാതാവും പിതാവും ചെയ്യേണ്ടുന്ന കാര്യം. കാരണം ഭൗതിക ജീവിതമല്ല യഥാർത്ഥ ജീവിതം. യഥാർത്ഥ ജീവിതം മരണത്തിന്റെ ശേഷമുള്ള ജീവിതമാണെങ്കിൽ അവിടെ രക്ഷപ്പെടാനും വിജയിക്കുവാനും ആവശ്യമായ വിജ്ഞാനവും കർമ്മങ്ങളും മക്കൾക്ക് പകർന്നു കൊടുക്കാൻ ഒരു മാതാവിനും പിതാവിനും സാധിച്ചിട്ടുണ്ട് എങ്കിൽ അവരാണ് യഥാർത്ഥത്തിൽ മക്കളുടെ ഭാവിക്ക് വേണ്ടി യഥാർത്ഥ പരിശ്രമം നടത്തിയ ആളുകൾ എന്ന് മനസ്സിലാക്കാൻ നമുക്ക് പറ്റണം. അക്കൂട്ടത്തിൽ നമുക്ക് പെടാൻ സാധിച്ചിട്ടുണ്ടോ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. മഹാനായ ഇമാം സഅദി റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, മിൻ അക്ബരി നിഅമല്ലാഹി അലാ അബ്ദിഹി അൻ യഹബ ലഹു വലദൻ സാലിഹാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വ്യക്തിക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് സ്വാലിഹീങ്ങളായ സന്താനങ്ങൾ. നമുക്ക് സ്വാലിഹീങ്ങളായ സന്താനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അത് അല്ലാഹു നൽകിയിട്ടുള്ള വലിയ അനുഗ്രഹങ്ങളിൽ പെട്ടതാണ്. ഫഇൻ കാന ആലിമൻ, അതോടൊപ്പം ആ സ്വാലിഹായ സന്താനം ഒരു പണ്ഡിതൻ കൂടെയാണെങ്കിൽ കാന നൂറൻ അലാ നൂർ, പ്രകാശത്തിനുമേൽ പ്രകാശം എന്നോണം ആ മക്കൾ അത്രയും ഉത്തമരായ അവസ്ഥയിലാണ് എന്ന് മഹാനായ ഇമാം സഅദി റഹിമഹുല്ലാഹ് നമ്മളെ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ലക്ഷ്യബോധമുള്ളവരായിരിക്കണം. ഏറ്റവും വലിയ ലക്ഷ്യം പരലോക ബോധമായിരിക്കണം. നമ്മുടെ ജീവിതത്തിലൂടെ
മക്കൾക്ക് സദുപദേശങ്ങൾ പഠിക്കാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കണം. നമുക്കറിയാം, വിശുദ്ധ ഖുർആനിൽ മഹദിയായ മറിയം അലൈഹിസ്സലാത്തു വസ്സലാമ ഭർത്താവില്ലാതെ ഗർഭിണിയായിട്ട് തന്റെ സമൂഹത്തിലേക്ക് വരുമ്പോ ആ സമൂഹം മറിയം അലൈഹിസ്സലാത്തു വസ്സലാമയോട് പറഞ്ഞ കാര്യമുണ്ട്. അതെന്താ? മാ കാന അബൂകി ഇംറഅ സൗഇൻ വമാ കാനത് ഉമ്മുകി ബഗിയ. മറിയമേ, എന്താ നിങ്ങൾ ചെയ്തിരിക്കുന്നത്? ഭർത്താവില്ലാതെ ഗർഭിണിയായിരിക്കുന്നു. നിങ്ങളുടെ പിതാവ് ഒരു മോശക്കാരനായിരുന്നില്ലല്ലോ, നിങ്ങളുടെ മാതാവ് ഒരു ദുർനടപ്പുകാരി ആയിരുന്നില്ലല്ലോ. എന്താണ് അങ്ങനെ പറയാൻ കാരണം? പിതാവ് മോശക്കാരനാണെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, മക്കളുടെ രൂപത്തിലായിരിക്കും. മാതാവ് മോശക്കാരിയാണെങ്കിലോ മക്കളും അതുപോലെ ദുർനടപ്പുകാരിയായിരിക്കും. നിങ്ങളുടെ മാതാവും പിതാവും ഇങ്ങനെ ആയിരുന്നില്ലല്ലോ, പിന്നെന്താ നിങ്ങൾ എങ്ങനെയായി? അതൊരു ആശ്ചര്യത്തോടു കൂടെ അവർ ചോദിക്കുക. അപ്പോ മാതാവിന്റെയും പിതാവിന്റെയും സ്വഭാവം എന്തോ അതിലൂടെ ആയിരിക്കും മക്കൾ വളർന്നു വരിക അധികവും. അപ്പൊ അതുകൊണ്ട് നമ്മുടെ മക്കൾ നല്ലവരാകണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ജീവിതത്തിലൂടെ നമുക്കത് പകർന്നു കൊടുക്കുവാൻ സാധിക്കേണ്ടതുണ്ട്. നമ്മുടെ മക്കൾക്ക് ആ ഒരു ബോധം നമ്മൾ പകർന്നു നൽകിയിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ അതുണ്ടാകും. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം പറയുന്നുണ്ട്. ആ ചരിത്രത്തിൽ നമുക്ക് കാണാം, മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം മദീനയിലേക്ക് എത്തിച്ചേരുന്ന സന്ദർഭം. 2 അടി കൊണ്ട് ഒരാൾ മരണപ്പെടുകയും പിന്നീട് ഫിർഔൻ അനുയായികളും മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിനെ പിടിക്കാൻ വരുന്നുണ്ട് എന്നുള്ള വാർത്ത കേൾക്കുമ്പോ മൂസാ അലൈഹിസ്സലാം അവിടുന്ന് ഓടി രക്ഷപ്പെടുന്ന രംഗം മദീനയിൽ അദ്ദേഹം എത്തിച്ചേരുന്നു. അവിടെ കുറച്ച് പുരുഷന്മാർ അവരുടെ ആടുകൾക്ക് വെള്ളം കൊടുക്കുന്നുണ്ട്. 2 സ്ത്രീകൾ അവിടെ മാറി നിൽക്കുന്നുണ്ട്. ആ 2 സ്ത്രീകളോട് കാര്യം അന്വേഷിച്ചു. അവരുടെ ആടുകൾക്ക് മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം വെള്ളം കുടിപ്പിച്ചു. ആ 2 പെൺകുട്ടികൾ വീട്ടിലേക്ക് പോയി. എന്നിട്ട് ഈ പെൺകുട്ടികളുടെ പിതാവിന്റെ നിർദ്ദേശപ്രകാരം ഈ 2 പെൺകുട്ടികളിൽ ഒരാൾ മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അടുത്തേക്ക് തിരിച്ചു വന്നിട്ട്, പിതാവ് നിങ്ങളെ നിങ്ങളുടെ പ്രവൃത്തിക്ക് കൂലി തരാൻ വേണ്ടി വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ ആ ഒരു സന്ദർഭം വിശുദ്ധ ഖുർആൻ അക്കാര്യം പറയുന്നുണ്ട്. ശുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ആയിരുന്നു ഈ പെൺകുട്ടികളുടെ പിതാവ് എന്ന അഭിപ്രായം നമുക്ക് കാണാൻ സാധിക്കും. വേറെയും അഭിപ്രായമുണ്ടെങ്കിലും ഏതാണെങ്കിലും ആ പിതാവ് ഈ മക്കൾക്ക് നൽകിയ ശിക്ഷണത്തിന്റെ പാഠം ആ പെൺകുട്ടികളിലൂടെ കാണാൻ സാധിക്കുന്നു. പുരുഷന്മാർ അവരുടെ ആളുകൾക്ക് വെള്ളം കൊടുക്കുമ്പോ ഞങ്ങൾക്കും ഞങ്ങളുടെ ആളുകൾക്ക് വെള്ളം കൊടുക്കണ്ടേ, ഞങ്ങൾ സ്ത്രീകളല്ലേ, ഞങ്ങൾക്ക് നേരത്തെ വീട്ടിലെത്തണ്ടേ എന്ന് പറഞ്ഞ പുരുഷന്മാർക്കിടയിലേക്ക് ഇടിച്ചു കയറാൻ ആ പെൺകുട്ടികൾ ശ്രമിച്ചില്ല. മറിച്ച് അവരവിടെ നിന്ന് മാറി നിന്നു. ആൺകുട്ടികളുമായി ഇടകലരാതിരിക്കുവാൻ ആ പെൺകുട്ടികൾ ശ്രദ്ധിച്ചത് ആ പിതാവും മാതാവും നൽകുന്ന ശിക്ഷണത്തിന്റെ ഭാഗമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ പെൺകുട്ടികൾ മാറി നിന്നു. മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിന് മനസ്സിലായി, ഇവർ അച്ചടക്കമുള്ള കുട്ടികളാണ്, അച്ചടക്കമുള്ള സൽസ്വഭാവികളാണ്. അത്തരം പെൺകുട്ടികളെ സഹായിക്കേണ്ടി വന്നപ്പോ മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം സഹായിച്ചു എന്ന് മാത്രമല്ല, സഹായം ചെയ്തു കൊടുത്തതിന് ശേഷം പിന്നെ അവിടുന്ന് മാറി മറ്റൊരു സ്ഥലത്ത് പോയി ഇരിക്കരുത്. അല്ലാതെ അവരുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്, വീട്ടിലേക്ക് എത്ര ദൂരമുണ്ട്, ഏത് വഴിയെ പോവുക ഒന്നും ചോദിച്ചില്ല. സഹായം ചെയ്തു കൊടുത്തു, ഉടനെ ഇവിടുന്ന് മാറി നിന്നു. ഈ പെൺകുട്ടികൾ വീട്ടിലേക്ക് നേരത്തെ എത്തി. പിതാവ് കാര്യം അന്വേഷിച്ചപ്പോ പിതാവിന്റെ മുമ്പിൽ പെൺമക്കൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. മക്കളുടെ യാത്രയിലെ ഓരോ ചരണവും ഒരു നല്ല പിതാവും നല്ല മാതാവും അറിയണം. മക്കൾ നേരത്തെ എത്തിയപ്പോ അതിനെ കുറിച്ച് ചോദിച്ചു. മക്കൾ നേരം വൈകിയെത്തുമ്പോ അതിനെ കുറിച്ച് ചോദിക്കണമെന്ന് മാത്രമല്ല, അത് പറയാനുള്ള മനസ്സുകൂടെ നമ്മുടെ മക്കൾക്ക് ഉണ്ടായിരിക്കണം. ശുഐബ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അടുക്കൽ വന്ന് ഈ പെൺകുട്ടികൾ കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു. ചിലരെന്താ പറയാ, അതൊരാൺകുട്ടി ചെയ്തെന്നല്ലേ, പറയണ്ട. ഇവിടെ ഈ പെൺകുട്ടികൾ സംഭവിച്ചതെല്ലാം പിതാവിന്റെ മുമ്പിൽ പറഞ്ഞു. പിതാവ് ഈ 2 പെൺമക്കളിൽ ഒരാളെ പറഞ്ഞേക്കുന്നു. എന്തിന്? മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിളിച്ചുകൊണ്ടുവരാൻ പറഞ്ഞിട്ട്. ആ സമയത്ത് ആ പെൺകുട്ടി വന്നതിന്റെ ആ ഒരു അവസ്ഥയെ കുറിച്ച് ഖുർആൻ പറഞ്ഞത്, അല്ലാഹു പറയാ, ലജ്ജ കാണിച്ചുകൊണ്ടാണ് ആ പെൺകുട്ടി മൂസാ അലൈഹിസ്സലാമിന്റെ അടുത്തേക്ക് വന്നത്. ഒരു പുരുഷനോട് സംസാരിക്കുമ്പോ ഒരു പെൺ പാലിക്കേണ്ടതായ അച്ചടക്കം കൃത്യമായി അവൾ പാലിച്ചു. നടത്തത്തിലും സംസാരത്തിലും ആ ഒരു ലജ്ജ അവൾക്കുണ്ടായിരുന്നു. മുഖം മറച്ചുകൊണ്ടാണ് മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അടുത്തേക്ക് വന്നതെന്ന് മാത്രമല്ല,
നിങ്ങളുടെ വീട്ടിലേക്കൊന്ന് വരണം എന്നല്ല ആ പെൺകുട്ടി പറഞ്ഞത്, മറിച്ച് പിതാവ് നിങ്ങളെ വിളിക്കുന്നുണ്ട്, പിതാവ് നിങ്ങളെ വിളിക്കുന്നുണ്ട്. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം കൃത്യമായി അച്ചടക്കം പാലിക്കുന്ന ആളാണ്. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, ഞാൻ മുന്നിൽ നടക്കാം, നിങ്ങൾ പിറകിൽ നടന്നാൽ മതി. നോക്കൂ, ഒരു മര്യാദയും അച്ചടക്കും. അതല്ലാതെ നിങ്ങൾ മുമ്പിൽ നടക്കി, എനിക്ക് വഴിയറിയില്ലല്ലോ, അവിടെ നിങ്ങൾ മുമ്പിൽ നടക്കൂ എന്ന് പറഞ്ഞില്ല. ഞാൻ മുന്നിൽ നടക്കാം. ഒരു നോട്ടം കൊണ്ടുപോലും ഒരു അന്യ സ്ത്രീയിലേക്ക് ഹറാമിന്റെ ഒരു അല്പം പോലും കടന്നു വരാതിരിക്കാൻ അവരൊക്കെ ജീവിതത്തിൽ പാലിച്ച സൂക്ഷ്മത, ആ ബോധം ആ മക്കൾക്ക് പകർന്നു കൊടുക്കാൻ ആ പിതാവിന് സാധിച്ചിട്ടുണ്ട് എങ്കിൽ നമ്മുടെ മക്കൾക്ക് ഇത്തരം ബോധം പകർന്നു കൊടുക്കാൻ പറ്റണം. അന്യ പുരുഷന്മാരുമായി, ക്ലാസ്സിൽ പഠിക്കുന്ന ആൺകുട്ടികളുമായി, സ്ഥാപനത്തിൽ പഠിക്കുന്ന ആൺകുട്ടികളുമായി നമ്മൾ പാലിക്കേണ്ട അകലം എത്രയാണ്? ബസ്സിലാണെങ്കിലും ബസ് സ്റ്റോപ്പിലാണെങ്കിലും ജീവിതത്തിന്റെ ഏത് മേഖലകളിലാണെങ്കിലും നമ്മൾ സൂക്ഷിക്കേണ്ട അച്ചടക്കം എന്താണ്? നമ്മുടെ മക്കൾക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കുന്നതിലൂടെയാണ് നല്ലൊരു മാതാവായും നല്ല പിതാവായി മാറാനും സാധിച്ചിട്ടുണ്ട് എന്നത് നമുക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ കഹ്ഫിൽ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ഖദർ അലൈഹിസ്സലാത്തു വസ്സലാം കൂടെ ഒരു യാത്രയെ കുറിച്ച് പറയുന്നുണ്ട്. ആ യാത്രയിൽ നമുക്ക് പല സംഭവങ്ങളും വിവരിച്ചു തരുന്നുണ്ട്. അതിലൊന്നാണ് അവരുടെ യാത്രയിൽ തകർന്നു വീഴാറായ ഒരു മതിൽ ഖദർ അലൈഹിസ്സലാത്തു വസ്സലാം ശരിപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. പിന്നീട് ആ സംഭവത്തെ കുറിച്ച് ഖദർ അലൈഹിസ്സലാത്തു വസ്സലാം മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറയുന്നത് സൂറത്തുൽ കഹ്ഫിലെ 82-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, وأما الجدار فكان غلامين فقالت لغلامين يتيمين في المدينة. مدينة هذا فكان لغلامين يتيمين في المدينة. مدينة يولد രണ്ട് യതീം മക്കളുടെ ബദലായിരുന്നു. وكان تحته كنز لهما. ആ യതീം മക്കൾക്കുള്ള നിധി ആ മദീനയുടെ താഴെ ഉണ്ടായിരുന്നു. എന്നിട്ട് അല്ലാഹു പറയാ, وكان أبوهما صالحا. ആ രണ്ട് കുട്ടികളുടെ പിതാവ് സാലിഹായ ഒരു നല്ല മനുഷ്യനായിരുന്നു, നല്ലൊരു മനുഷ്യനായിരുന്നു. മാത്രമല്ല فأراد ربك أن يبلغا أشدهما ويستخرجا كنزهما. ആ രണ്ട് മക്കളും പ്രായപൂർത്തിയിലേക്ക് എത്താൻ റബ്ബ് സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചു. അവർ കാര്യങ്ങൾ വേർതിരിച്ച് മനസ്സിലാക്കുന്ന വിവേകത്തിന്റെ പ്രായമെത്തിയപ്പോ ആ സ്വാലിഹായ മനുഷ്യൻ അവർക്ക് വേണ്ടി സൂക്ഷിച്ചിരുന്ന നിധിയെടുത്ത് കൊടുക്കാൻ രണ്ട് പ്രവാചകന്മാരെ ബഹുദൂരം സഞ്ചരിപ്പിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചുവെങ്കിൽ ആ രണ്ട് മക്കളുടെയും പിതാവ് സ്വാലിഹായ വ്യക്തിയായതിന്റെ പേരിൽ ഈ വ്യക്തികൾക്ക്, ഈ മക്കൾക്ക് ലഭിച്ച സംരക്ഷണം. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ പറയുന്നുണ്ട്, ഹുഫിളാ ബിസ്വലാഹി അബവൈഹിമാ. ഈ രണ്ട് കുട്ടികളുടെയും പിതാവ് ഒരു സാലിഹായ മനുഷ്യനായിരുന്നു എന്നതിന്റെ പേരിൽ ഈ രണ്ട് കുട്ടികളും അല്ലാഹുവിനാൽ സംരക്ഷിക്കപ്പെട്ടുവെന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. നമ്മുടെ മക്കൾ അല്ലാഹുവിന്റെ പ്രൊട്ടക്ഷനിലാകുന്നതിന് നമ്മൾ നല്ലവരായി മാറുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമായി നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ മുഹമ്മദ് ബിൻ മുൻകദിർ ഹഫിളഹുല്ലാഹ് റഹ്മഹുല്ലാഹ് അദ്ദേഹം പറയുന്നുണ്ട്, ഇന്നല്ലാഹ യഹ്ഫദു ബിസലാഹിൽ അബ്ദി വലദഹു. ഒരു അടിമ അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് സൂക്ഷ്മതയോടെ ജീവിക്കുന്നവരാണ് എങ്കിൽ അതിന്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ മക്കൾക്ക് പോലും സംരക്ഷണം നൽകുമെന്നതാണ്. മഹാനായ സഈദ് ഇബ്നു മുസയ്യിബ് റഹ്മഹുല്ലാഹ് അദ്ദേഹം പറയുന്നുണ്ട്, മക്കൾ അല്ലാഹുവിന്റെ അനുഗ്രഹമാണെന്ന് തിരിച്ചറിഞ്ഞ് ആ മക്കളുടെ സംരക്ഷണം അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് ലഭിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു പിതാവും ഏതൊരു മാതാവും ജീവിതത്തിൽ പാലിക്കേണ്ട കാര്യമായ ഒന്ന് മഹാനായ സഈദ് ഇബ്നു മുസയ്യിബ് റഹ്മഹുല്ലാഹ് പറയുന്നുണ്ട്, ഇന്നി ലഉസല്ലി. ഞാൻ നമസ്കരിക്കും, ഞാൻ നമസ്കാരത്തിലായിരിക്കും. ഫഅദ്കുറു വലദി. നമസ്കാരത്തിനിടയിൽ ഞാൻ എന്റെ മോനെ കുറിച്ച് ഓർക്കും. ഫഅസീദു ഫീ സ്വലാത്തി. എന്റെ നമസ്കാരം ഞാൻ സുദീർഘമാക്കും. എന്തിനാ? ഞാനൊരു സ്വാലിഹായ അടിമയായി മാറാനുള്ള പരിശ്രമം. അതിലൂടെ എന്റെ മകന് അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷണം നൽകണമെന്നുള്ള ചിന്ത കാരണമായി മഹാനായ സഈദ് ഇബ്നു മുസയ്യിബ് റഹ്മഹുല്ലാഹ് തന്റെ ആരാധന വീണ്ടും സുദീർഘമാക്കുന്നു. നമസ്കരിക്കുമ്പോ മക്കൾ ഓർമ്മ വരും.
ആ മക്കൾ പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്നതിന് വേണ്ടി എന്റെ ആരാധന ഞാൻ വീണ്ടും സുദീർഘമാക്കുമെന്ന് മഹാനായ സഈദ് ഇബ്നുൽ മുസയ്യിബ് റഹിമഹുല്ലാഹ് നമ്മളെ പഠിപ്പിക്കുന്നു. നമ്മൾ ഓർക്കണം, മക്കളുടെ നന്മയ്ക്ക് വേണ്ടി ജീവിതത്തിൽ നമ്മൾ ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ കൃത്യമായി നമ്മൾ ചെയ്തു കൊടുക്കണം. മക്കൾക്ക് വേണ്ടി ജീവിതത്തിലൂടെ പാഠങ്ങൾ പകർന്നു കൊടുക്കാൻ നമുക്ക് പറ്റണം. എല്ലാത്തിനും ഉപരി മക്കൾക്ക് വേണ്ടിയുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥന നമ്മുടെ ഭാഗത്തിൽ നിന്നുണ്ടാകണം. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചതിന്റെ പല പ്രാർത്ഥനകളും ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതിൽപ്പെട്ടതാണ് വജനുബ്നി വബനിയ അൻ നഅബുദൽ അസ്നാം. റബ്ബേ, എന്നെയും എന്റെ മക്കളെയും വിഗ്രഹാരാധനയിൽ നിന്ന് നീ കാത്തുരക്ഷിക്കണേ. താനും മക്കളും ബഹുദൈവ വിശ്വാസത്തിൽ പെട്ടുപോകുന്നതിനെ തൊട്ട് കാത്തുരക്ഷിക്കാൻ വേണ്ടി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു, റബ്ബി ജഅൽനി മുഖീമസ്സലാത്തി വമിൻ ദുർരിയതി. റബ്ബേ, എന്നെയും എന്റെ മക്കളെയും നമസ്കാരം നിലനിർത്തുന്നവരിൽ ഉൾപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിച്ചു. നമ്മൾ അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. ഇബ്രാഹിം അലൈഹിസ്സലാം പ്രാർത്ഥിച്ചു, മകനെയും ചേർത്തുകൊണ്ട് പരിശുദ്ധ കഅബയെ നിർമ്മിച്ച ശേഷം റബ്ബനാ തഖബ്ബൽ മിന്നാ, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളിൽ നിന്ന് നീ ഇതിനെ സ്വീകരിക്കണേ. ഇപ്രകാരം ജീവിതത്തിന്റെ ഓരോ മേഖലകളിലും മക്കളെ ചേർത്ത് വിളിച്ച പ്രവാചകനാണ് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. ഈ പ്രാർത്ഥനയിൽ ഒരു കാര്യം ശ്രദ്ധേയമാണ്. വജനുബ്നി വബനിയ അൻ നഅബുദൽ അസ്നാം. റബ്ബേ, വിഗ്രഹാരാധനയിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണേ എന്നല്ല ഇബ്രാഹിം അലൈഹിസ്സലാം പ്രാർത്ഥിച്ചത്. വജനുബ്നി, എന്നെ നീ അകറ്റണമേ. വബനിയ, എന്റെ സന്താനത്തിൽ. ആദ്യം അവിടെ സ്വന്തം കാര്യം പറഞ്ഞു. സ്വന്തം ജീവിതത്തിൽ വിഗ്രഹാരാധനയുടെ അംശം വരാതിരിക്കാൻ ആദ്യം ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ആദ്യം സ്വന്തം കാര്യം പറഞ്ഞു. അതിലൂടെയാണ് മക്കളാണ് റൂട്ടിലൂടെയായി മാറുക. എന്നിട്ട് പറഞ്ഞു വബനി, എന്റെ സന്താനങ്ങളിൽ. അതേപോലെ തന്നെ നമസ്കാരം നിലനിർത്തുന്ന വിഷയം പറഞ്ഞപ്പോ എന്ത് പറഞ്ഞു? റബ്ബി ജഅൽനി മുഖീമസ്സലാത്ത്. നമസ്കാരം നിലനിർത്തുന്നവരുടെ കൂട്ടത്തിൽ എന്നെ നീ ചേർക്കണേ റബ്ബേ. ആദ്യം സ്വന്തം കാര്യം പറഞ്ഞു. അഥവാ പിതാവ് നമസ്കാരം നിലനിർത്തുന്നവരായിരിക്കണം. പിതാവ് നമസ്കാരം നിലനിർത്തുന്നവരായിരിക്കണം. പിന്നെ പറഞ്ഞ എന്താ? വമിൻ ദുർരിയതി, എന്റെ സന്താനങ്ങളിൽ നിന്ന്. അപ്പൊ ആദ്യം വ്യക്തി ജീവിതം മാതൃകാപരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന രൂപത്തിലായിരിക്കണം. ഇബ്രാഹിം അലൈഹിസ്സലാമും മകൻ ഇസ്മായിൽ അലൈഹിസ്സലാം ഒന്നിച്ചാണ് കഅബാലയം പണിതത്. അവിടെ എന്നിൽ നിന്ന് സ്വീകരിക്കണം, പിന്നെ മകനിൽ നിന്ന് സ്വീകരിക്കണം എന്നല്ല പറഞ്ഞത്. മറിച്ച് റബ്ബനാ തഖബ്ബൽ മിന്നാ, റബ്ബേ, ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമേ. രണ്ടുപേരും ഒന്നിച്ചാണ് കർമ്മം നിർവഹിച്ചത്. ഒരേ സമയത്ത് തന്നെ രണ്ടുപേരും സ്വീകരിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് ഉണ്ടായത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മക്കൾ എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ അനുഗ്രഹമാണ്. ആ മക്കളെ യഥാർത്ഥ സ്ഥാനത്തേക്ക് എത്തിക്കുക എന്നുള്ളത് കാര്യബോധമുള്ള നല്ലവരായി തീരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പിതാവിന്റെയും മാതാവിന്റെയും ഉത്തരവാദിത്തമാണ്. ആ ലക്ഷ്യബോധം പരലോകമായിരിക്കണം. പരലോകത്ത് നമ്മുടെ മക്കൾ വിജയിക്കണം. അതിനാവശ്യമായ വിജ്ഞാനവും സ്വഭാവ സംസ്കാര കാര്യങ്ങളും മക്കൾക്ക് പകർന്നു കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ള മാതാപിതാക്കൾ മാത്രമാണ് യഥാർത്ഥത്തിൽ നല്ല മാതാപിതാക്കളായി മാറിയിട്ടുള്ളത്. അതല്ലാതെ ഭൗതികമായ ഒരുപാട് വിദ്യാഭ്യാസം മക്കൾക്ക് നൽകി ഉയർന്ന ശമ്പളം ലഭിക്കുന്ന ജോലി അവർക്ക് നേടിക്കൊടുത്തത് കൊണ്ട് മാത്രം ആ മാതാപിതാക്കൾ ഉത്തമരായി മാറുന്നില്ല. അതിലുപരി അല്ലാഹുവിനെ ഓർക്കുന്ന, പരലോകത്തെ ഓർക്കുന്ന, ജീവിതത്തിന്റെ ഏത് തലങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ഇസ്ലാമിക മര്യാദകൾ കാത്തു സൂക്ഷിക്കുന്നവരായി നമ്മുടെ ആൺകുട്ടികളും പെൺകുട്ടികളും മാറിയിട്ടുണ്ടെങ്കിൽ അതിന് പറ്റുന്ന വിജ്ഞാനം അവർക്ക് പകർന്നു കൊടുക്കാൻ, അതിന് പറ്റുന്ന സാഹചര്യങ്ങളിൽ അവരെ പഠിപ്പിക്കുവാൻ, അതവർ പഠിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താനും നമുക്ക് സാധിച്ചിട്ടുണ്ട് എങ്കിൽ അള്ളാഹുവിന്റെ കോടതിയിലെത്തുമ്പോ റബ്ബേ, ഞാൻ എന്റെ ഉത്തരവാദിത്വം നിർവഹിച്ചിട്ടുണ്ട്, മക്കൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതല്ലെങ്കിൽ നമുക്ക് പരാജയമായിരിക്കും ഉണ്ടാവുക. പരിശുദ്ധ റമദാനിന്റെ ഈ ഒരു സമാപന സന്ദർഭത്തിൽ നിൽക്കുന്ന നമ്മൾ ജീവിതത്തിൽ പല കാര്യങ്ങളും പുനർവിചിന്തനം നടത്തണം. തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ച കാര്യങ്ങൾ ഞാൻ ആവർത്തിക്കുന്നില്ല. ജീവിതത്തിന്റെ ഓരോ മേഖലകളിലും നമ്മൾ തിരുത്തേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അത് തിരുത്തിയിട്ടുണ്ടോ? നല്ല ഒരു മാതാവും പിതാവുമാകേണ്ടതിന് പകരം ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്തിരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇനിയും എനിക്കത് തിരുത്തേണ്ടതുണ്ടോ? ഉണ്ടെങ്കിൽ
സംഭവിച്ച കാര്യങ്ങൾക്ക് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പശ്ചാത്തപിച്ചു മടങ്ങേണ്ടുന്ന സമയം അതിക്രമിച്ചിരിക്കുന്നു. അതിന്റെ ഏറ്റവും നല്ല സമയമാണ് റമദാൻ എന്ന് പറയുന്നത്. അതിന്റെ അവസാന വക്തെന്ന് പറയുന്നത്, അതിന്റെ രാപ്പകലുകൾ, പ്രത്യേകിച്ച് അതിന്റെ ഒറ്റീറ്റ രാവുകളും എന്നൊക്കെ പറയുന്നത്, നമ്മുടെ കരങ്ങൾ റബ്ബിലേക്ക് ഉയരണം, നമ്മുടെ കരങ്ങൾ അള്ളാഹുവിലേക്ക് ഉയരണം. സ്വന്തം ജീവിതത്തിൽ സംഭവിച്ച പാവങ്ങൾ അള്ളാഹുവിനേറ്റു പറയണം. നമ്മുടെ മക്കളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അള്ളാഹുവിൽ നമ്മൾ പ്രാർത്ഥിക്കണം. നല്ല സ്വാലിഹീങ്ങളായ സന്താനങ്ങളായി മാറുന്നതിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അതിലൂടെയാണ് നമുക്കൊരു നല്ല മാതാവും നല്ല പിതാവുമായി മാറാൻ സാധിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും സംഭവിച്ച ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്കൊക്കെ വിട്ടുപുറത്ത് മാഫാക്കി തരുമാറാകട്ടെ. മരിക്കുന്നത് വരെ അള്ളാഹുവിനെ ഭയപ്പെട്ടും അവനെ വഴിപ്പെട്ടും ജീവിക്കുവാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين 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 برحمتك يا أرحم الراحمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته. ഒരു കാര്യം അറിയിക്കാനുള്ളത്, സംസാരശേഷിയില്ലാത്തവരെ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനം, ഇൻവെക്റ്റീവ് ഫൗണ്ടേഷൻ ഫോർ ദി ഡെഫ് ഇങ്ങനൊരു സ്ഥാപനം തിരൂരിൽ പ്രവർത്തിക്കുന്നുണ്ട്. 2016 മുതൽ പ്രവർത്തിച്ചു വരുന്ന ഒരു സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിന്റെ ഒരു സഹായം ആവശ്യപ്പെട്ടുകൊണ്ട് ഇവിടെ സംസാരിക്കാൻ കഴിയാത്ത വിദ്യാർത്ഥി വന്നിട്ടുണ്ട്. കഴിയുന്ന രൂപത്തിലൊക്കെ അതുമായി ബന്ധപ്പെട്ട് സഹായിക്കണമെന്ന് അറിയിക്കുകയാണ്. ഏകദേശം 40ഓളം വിദ്യാർത്ഥികൾ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നതാണ് മനസ്സിലാകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ആ സംരംഭം വിജയിപ്പിക്കുമാറാകട്ടെ. കഴിയുന്ന രൂപത്തിലൊക്കെ നമ്മൾ അതുമായി സഹായിക്കുക. അല്ലാഹു റബ്ബിന്റെ മാർഗ്ഗത്തിൽ ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും അധ്വാനിക്കാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. പരിശുദ്ധ റമദാനിന്റെ ഈ അവസാന സന്ദർഭങ്ങളിലൂടെ കടന്നു പോകുന്ന നമുക്ക് ഓരോരുത്തർക്കും ഇനി അടുത്തൊരു റമദാനിൽ നമ്മൾ ജീവിച്ചിരിക്കുമോ എന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെ കിട്ടിയ അവസരത്തെ ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോകാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين 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 برحمتك يا أرحم الراحمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.